So guys, welcome back another video Blizzard Gaming. അപ്പോൾ ഒഫീഷ്യൽ പാർട്ട് 2 ആയിട്ടാണ് ഇന്ന് ഗൈസ് ഞാൻ വന്നേക്കണം. കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാണ് വൈൻഡപ്പ് ചെയ്തിട്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടിട്ട് വാട്ടാ ഗൈസ്, കൊള്ളായിരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പാർട്ട് 2 ഇട്ടേക്കണം. പിന്നെ എൻ്റെ വോയിസിന് ചെറിയൊരു സൗണ്ട് കുറവുണ്ട്, അത് എന്തെങ്കിലും ക്ഷമിക്കണം. കാരണം അടുത്ത വീഡിയോ ഇട്ടിട്ട് ഞാൻ ഒരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അത് ഇന്നലെ എത്തുമെന്നാണ് ആമസോൺകാർ പറഞ്ഞത്, പക്ഷേ ഇന്നലെ പറ്റിച്ച്. പിന്നെ ഇന്ന് എത്തുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ റെക്കോർഡ് ചെയ്യണത് മൈക്കിലല്ല. അപ്പോൾ അടുത്ത വീഡിയോ തൊട്ടിട്ട് മാക്സിമം ഞാൻ എന്തെങ്കിലും മൈക്കിൽ റെക്കോർഡ് ചെയ്യാനാണ് ശ്രമിക്കുള്ളൂ. കാരണം വോയിസിൽ ക്ലാരിറ്റി ഇല്ലാതെ എനിക്ക് മനസ്സിലായി. കാരണം ആദ്യം വീട്ടിട്ടും എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും അധികം അറിയില്ലായിരുന്നു. പിന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഗെയിം ഇവിടെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും ഇപ്പുറത്തേട്ട് പോകാൻ മാത്രമേ ഉള്ളൂ വഴി, ബാക്കിലായിട്ടൊന്നും ഇല്ല. നമുക്ക് നേരെ ഇങ്ങടേക്ക് പോകട്ടെ. പിന്നെ 2 ഹാപ്പി ന്യൂസ് പറയാനുണ്ട്. എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമുക്ക് ഇതൊക്കെ നേരെ ഇപ്പുറത്തേട്ടാണ് പോകാനുള്ളത്. എന്താണ് ഫേസ് വാഷൊക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇതിന് നമുക്ക് ഈ ബഫർ ഫിഷിന് ഒരു എബിലിറ്റി ഉണ്ട്. നമുക്ക് ബലൂൺ ആവാൻ പറ്റും. ബഫർ ഫിഷ് എന്ന് വെച്ചാൽ അറിയാലോ, ഈർക്കാൻ പറ്റും. അടിയിലേട്ട് ചാടാൻ ഗൈസ് നമുക്ക് ഈ വഴി ചാടാം. കാരണം മറ്റേ വഴി അടിക്കാൻ മിക്കവാറും ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ ഗ്ലാസ് പൊട്ടിയിട്ട് നമുക്ക് എനിക്ക് തോന്നുന്നു അതിൻ്റെ കാർപ്പറ്റിലായിട്ട് ചാടണം തോന്നുന്നു. അപ്പോൾ അങ്ങനെയാണ് ഗ്ലാസ് പൊട്ടൂലായിരുന്നു. അതിൻ്റെ പക്കത്തിട്ട് ചാടിക്കൊണ്ട് ഗ്ലാസ് പൊട്ടി. ഗെയിം തുടങ്ങിയില്ല, അതിന് മുന്നേ നമ്മുടെ ഗ്ലാസ് പൊട്ടിയിട്ടാ. നമുക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് ഇറങ്ങി പോകാനാന്ന് തോന്നുന്നു. വേറെ വഴിയൊന്നും ഇല്ല, ബാക്കിലായിട്ടൊന്നും ഇല്ല, വേറെ വഴിയില്ല. നമുക്ക് എന്തെങ്കിലും സ്റ്റെപ്പ് തന്നെ ഇറങ്ങി പോകണം, വേറെ ഓപ്ഷനില്ല. മിക്കവാറും ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ ഗ്ലാസ് പൊട്ടോന്നറിയില്ല. ഇതൊന്നും ഇവിടെ ആരാണ് ഈ ചവിട്ടി കൊണ്ടുവന്നിട്ടേക്കണേ എട്ടങ്ങേറാക്കാൻ വേണ്ടിയിട്ട്? അല്ലേ തന്നെ ആ ചെറിയൊരു മീനും ഈ ഒരു വാനക്കാട്ട ബൗളും ഉരുട്ടിക്കൊണ്ടാണ് നമ്മളും. അപ്പോൾ ഗൈസ് ഡയറക്റ്റ് നമ്മൾ ഇറങ്ങി ചെന്നാൽ നമ്മുടെ ഗ്ലൗസ് അല്ലല്ലോ, ബൗൾ എന്തെങ്കിലും പൊട്ടും ഉറപ്പാണത്. പിടിക്ക് നേരെ അവിടെ ചെന്നാൽ മിക്കവാറും ബൗൾ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ബ്രേക്ക് പിടിച്ച് പതിയെ ഇറങ്ങാട്ടോ. അല്ലെങ്കിൽ കാരണം വെച്ചാൽ പെട്ടെന്ന് ബ്രേക്കൊന്നും പിടിക്കാൻ പറ്റില്ല. നിക്കട ഇല്ല സീനില്ല. അവിടെ ഒരു പെറ്റ് ഫുഡ് ഇരിപ്പുണ്ട്. നമുക്ക് പിന്നെ ഒരു ബ്രെഡിൻ്റെ പീസ് ഉണ്ട് കേട്ടോ. ഗൈസ് ഇവിടെ പട്ടിയുണ്ടാ? പട്ടി പണി തിങ്ങോട്ടാ. പട്ടിയുടെ കാൽപ്പാടൊക്കെ കാണണ്ട കേട്ടാ. പട്ടി എനിക്ക് പണി തിങ്ങും. നമുക്ക് എന്തെങ്കിലും ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇവിടുന്ന് എങ്ങനെയും വേഗം എസ്കേപ്പ് ആവട്ടാ. കാരണം അറിയാലോ, പട്ടി കണ്ടേനാ പണി പാളും. അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും ഫ്രണ്ട് ഡോർ വഴി നേരെ എസ്കേപ്പ് ആവട്ടെ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും ലൈക്ക് ചെയ്യാത്തവരെന്തെങ്കിലും ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിലും സബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഗൈസ് ഡോറൊക്കെ നമ്മൾ തുറക്കണം. ഡോറൊക്കെ തുറന്നിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും പുറത്തേട്ട് ഇറങ്ങാം. പുറത്തേട്ട് ഗൈസ് ഇത് കൊള്ളാട്ടാ, ഈ ഏരിയ കൊള്ളാട്ടാ. കാരണം നമ്മൾ ഫസ്റ്റത്തെ കളിച്ചപ്പോൾ നമ്മൾ വെച്ചാൽ എല്ലാം ടെറസിൻ്റെ പൊക്കത്ത് കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഇത് ഫുൾ മലപ്രദേശം ഒന്നും കണ്ട അറിയില്ല. നമുക്ക് എന്തെങ്കിലും അടിയിലോട്ട് ഇറങ്ങി പോട്ടാ. ഇലകളൊക്കെ വേണ്ടട്ടാ. നൈസ്. എന്തെങ്കിലും ഗ്രാഫിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടാ. പിന്നെ ഞാൻ എന്തെങ്കിലും വീഡിയോ എത്തിക്കുമ്പോൾ ക്വാളിറ്റി കുറയും തോന്നുന്നുണ്ട് ഗൈസ്. പെട്ടെന്ന് തോന്നുന്നുണ്ടാ. ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല അറിയില്ല. മിക്കവാറും അവിടെ ഇടിച്ച് നമ്മുടെ ബൗള് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട് ഗൈസ്. ബൗള് പൊട്ടി. എനിക്ക് മനസ്സിലായി, അവർ കൺട്രോൾ കാണിച്ചെന്ന്. നമുക്ക് ഇപ്പോഴായിട്ട് നമുക്ക് ഈ ബഫർ ഫിഷിൻ്റെ എബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റിയത്. ഞാൻ വിചാരിച്ചു നമ്മുടെ ബൗൾ പൊട്ടിയപ്പോൾ നമ്മൾ വെടിക്കിട്ട് തീർന്നത്. ഇല്ല. ഗൈസ് ഇങ്ങനത്തെ ഏരിയ എനിക്ക് ഇങ്ങനത്തെ ഏരിയ കൂടെ കളിക്കാനാണ് ഭയങ്കര ഇഷ്ടം. കാരണം മറ്റേ ഫസ്റ്റ് കളിച്ചത് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഫുള്ളും ടെറസിൻ്റെ പൊക്കത്തു കൂടെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. കുറച്ച് റിസ്ക്കാണ്. ഇങ്ങനത്തെ ഏരിയയിൽ കുറച്ചും കൂടി നല്ല രസമായിട്ട് നമുക്ക് കളിക്കാനും. കാരണം കൺട്രോള് ഗുഡാണ്. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ പോകണമെന്നാണ് ഗൈസ്. ഇങ്ങനെ തന്നെ നമ്മൾ എല്ലാ ഏരിയക്കാടും മിക്കവാറും ഈ നമ്മൾ ബോളായിട്ട് പോകണമെന്ന് തോന്നുന്നു ഗൈസ്. ഫുള്ള് വെള്ളച്ചാട്ടമായിട്ട് നമ്മളൊരു ഏതാണ്ട് ഒരു കനാലിൽ കൂടെ ആയിട്ടാണ് പോണേ. ഈ കനാലിൽ വെള്ളമൊക്കെ ഫ്രഷ് ആട്ടാ ഗൈസ്. കഴിഞ്ഞ കളിയിൽ അറിയാലോ, നമ്മൾ കനാലല്ല വേറെ ഒരു ചെറിയൊരു പോണ്ടിലേക്ക് വേണമായിരുന്നു. അവിടെയൊക്കെ ഫുള്ള് വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുള്ള് വേസ്റ്റായിരുന്നു. ഇവിടെ അങ്ങനെ വിഷയമൊന്നുമില്ല, ഫുള്ള് ഫ്രഷ് വാട്ടറാണ്. നമുക്ക് എന്തെങ്കിലും ബൗളായി പോകണം. അടുത്ത ചെക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെക്ക് പോയിന്റ് എടുക്കട്ടെ. അപ്പോൾ ഗൈസ് അതിന് ഫ്രണ്ടിൽ പൊക്കത്തായിട്ടൊരു ബ്രെഡിൻ്റെ പീസ് ഉണ്ട് കേട്ടോ. അത് എടുക്കാൻ പറ്റുമോ നോക്കാൻ അറിയില്ല. ചാടി നോക്കട്ടെ. ഇവിടുന്ന് ചെറിയൊരു സൈഡ് വലിയ, കാരണം അങ്ങടെയൊക്കെ ഒഴുക്കമുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങടേക്ക് അധികം നിൽക്കാൻ പറ്റില്ല കേട്ടോ. നിൽക്കട്ടെ, ചാടാൻ പറ്റുമോ നോക്കട്ടെ. വെയിറ്റ് ഇല്ല. നമുക്ക് പവറൊന്നും യൂസ് ചെയ്ത് ചാടാനൊക്കെ എന്തെങ്കിലും ഇപ്പുറത്തെ വഴി കല്ലിൻ്റെ പൊക്കത്ത് കൂടി കയറി നോക്കട്ടെ. കയറാൻ പറ്റുമോ നോക്കാം. നിൽക്ക് ചാടാം. ഇല്ല. അത്ര അധികം വെള്ളമില്ല ഇവിടെ, അതുകൊണ്ട് അങ്ങനെ ചാടാൻ പറ്റില്ല. ഗൈസ് ഇതെന്താണ് ഗൈസ്? റബ്ബർ ബോളാ, റബ്ബർ പന്താണിത്. ഈശ്വര, ഇവിടെ ആരും പറഞ്ഞു ചിരിക്കാനായി. ഇങ്ങനെയൊക്കെ മീൻ ചാടിക്കണ ചത്തൂലേ?
ഈ ഡെവലപ്പേഴ്സ് ടെന്നീസ് ബോൾ അതോ ബഫർ ഫിഷാണ് ഉദ്ദേശിച്ചത് അറിയില്ല. ഇത് എനിക്ക് തന്നെ ടെന്നീസ് ബോളായിട്ടാണ് തോന്നുന്നത്. കാരണം അത്ര ഹൈറ്റിൽ നിന്നൊക്കെ കല്ലിലായിട്ടൊക്കെ നിലത്തി കൊണ്ടാണ് തന്നെ ശരാശരി മീനൊക്കെ ചത്തുകൊണ്ടാണ്. പിന്നെ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞാൽ അതേ കളിക്ക് അത്രേ ഉള്ളൂ, വേറെ ചോദ്യങ്ങളൊന്നും വേണ്ട, അതാണ് അവർ ഉദ്ദേശിക്കണം. ഓ ഗൈസ് ഇത് ഫുൾ അടിയിലേക്ക് നമ്മൾ റോൾ ചെയ്ത് പോകേണ്ട സീനാട്ടാ. ഫുള്ളും റോൾ ചെയ്ത് പോകുന്ന സീൻ. നമ്മൾ ഏറ്റവും അടിയിലായിട്ട് പോകണമെന്ന് വേണ്ടത്. ഇവിടെ ഒരു ബ്രെഡിൻ്റെ പീസ് ഉണ്ട്, അത് എടുക്കണമുണ്ട്. അത് എടുത്തതിന് പണി ആളും എടുക്കണം. കിട്ടി. ഓ ഇത് ഓ കഥയിൽ ചോദ്യമില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെയാണ് സാധാരണ മീൻ ചാവേണ്ടതാണ്. ഫസ്റ്റത്തെ ആ ചാട്ടത്തിൽ തന്നെ ചാവും. കാരണം നേരെ കല്ലിലായിട്ട് വീണ് തന്നെ പിന്നെ അത്രയും അത് വെള്ളച്ചാട്ടത്തിനൊക്കെ അടുത്തത് പോകും. ഇത് കൈസ് വെള്ളത്തിലായിട്ടാണ് വിഷയമില്ല. വെള്ളത്തിലായിട്ടെല്ലാം കല്ലിലായിട്ടെല്ലാം നമുക്കൊരു വിഷയമില്ല കൈസ്. എനിക്കൊന്നും നേരെ ഈ ഒഴുക്കിന് നേരെ തന്നെ പോകണമെന്നാണ്. കാരണം വേറെ വഴിയൊന്നും കാണാം. കാരണം ഈ വെള്ളമെല്ലാം നേരെ ഒഴുകി നേരെ കടലിലായിട്ടല്ലോ പോകണേ. അപ്പോൾ നമ്മൾ നേരെ ഒഴുക്കിന് നേരെ പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് എന്തെങ്കിലും ഫ്രണ്ടിലായിട്ട് പോയി നോക്കട്ടെ. അടുത്തത് ഇനി എന്താണാവോ ടാസ്ക് ഗൈസ്. ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. കാരണം നമുക്ക് ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. മറ്റേ സീൻ എന്നൊക്കെ കഴിഞ്ഞാൽ മറ്റേ ബോളിൻ്റെ അകത്തൊക്കെ ആകുമ്പോൾ, ബോളല്ലല്ലോ ഗൈസ്, ബൗളിൻ്റെ അകത്തൊക്കെ ആകുമ്പോൾ കൺട്രോളും കിട്ടൂല. മാങ്ങത്തിൽ പാർക്കോടെ പോലത്തെ വഴിയും ഊടും. ഗൈസ് ചെക്ക് പോയിൻ്റ് ഇട്ടാ, നേരെ ചെക്ക് പോയിൻ്റ് എടുക്കുക. ഇത് വലിയ വെള്ളച്ചാട്ടമൊന്നും വേണ്ട, നോക്കാട്ടോ വലുതാന്ന് തോന്നാണ്. ഓ ഗൈസ് ഇത് കുറച്ച് വലുതാട്ടോ, കുറച്ചധികം വലുതാന്ന് തോന്നുന്നുണ്ട്. എത്തുമെന്നറിയില്ല. എത്തും. നമുക്കിത് ഈ നേരെ വെള്ളത്തിലോട്ട് കയറാം ഗൈസ്. നേരെ കയറിയിട്ട് നേരെ അടിയിലോട്ട് ഓട്ടാ. ഇതിന് മുന്നേ വെള്ളം ഉണ്ടാകും ഗൈസ്. ഈ വെള്ളത്തിൽ കയറാം, അല്ലെങ്കിൽ നമ്മൾ പടവും. കാരണം അത്രയും ഓക്സിജനും നമുക്ക് പിടിച്ചെത്താൻ പറ്റൂല ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് സൈഡിൽ വെള്ളമുണ്ട്, നേരെ ഇപ്പുറത്തേട്ട് ഓട്ടാം. പിന്നെ ഗൈസ് പിന്നെ പാൽ വേൾഡ് ഗെയിം നിങ്ങൾക്ക് അറിയുമോ ഗൈസ്? അപ്പോൾ പാൽ വേൾഡ് ഗെയിം കളിക്കാൻ എനിക്കൊരു താല്പര്യമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പാൽ വേൾഡ് കളിച്ച് വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും, ഞാൻ പാൽ വേൾഡ് കളിക്കാം. പിന്നെ വേറെ വെറൈറ്റി വല്ല ഗെയിം വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ എന്നറിയില്ല എനിക്ക്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യും, പുതിയ ഗെയിംസ് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്ന എല്ലാ ഗെയിമും നമ്മൾ കളിക്കുന്ന കേട്ടോ ഗൈസ്. ഇവിടുന്ന് ഒരു വലിയ വെള്ളച്ചാട്ടമുണ്ട്. നമുക്ക് നേരെ വെള്ളച്ചാട്ടമാണ് ഗൈസ്. ഓ ഇത് വെള്ളച്ചാട്ടം നേരെ വെള്ളത്തിലായിട്ടാ. ഓ ഗൈസ് ഫസ്റ്റത്തെ ലെവലുകൾ കംപ്ലീറ്റ് ഉണ്ട്. നമ്മൾ 5 സ്റ്റാർ അടിച്ചിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഒറ്റയടിക്കാട്ടാ ആദ്യമായിട്ടാ ഗൈസ് ചാവാണ്ട് നേരെ ജയിക്കടാ. സാധാരണഗതിയിൽ നമ്മൾ എങ്ങനെ പറഞ്ഞാലും 1-2 പ്രാവശ്യം ചാവേണ്ടതാണ്. ഈ പ്രാവശ്യം നമ്മൾ ഫുള്ള് പവറായിരുന്നു, അതുകൊണ്ടാണ് ഗൈസ്. ഇവിടുന്ന് ഇനി ഞങ്ങളുടെയൊക്കെയാണ് ഗൈസ് ബാക്കിലേട്ടല്ല നേരെ ഫ്രണ്ടിലേട്ടാണ്. നമുക്ക് എന്തെങ്കിലും മറ്റേ റോൾ ചെയ്ത് പോട്ടെ. ഓ ഗൈസ് ഫ്രണ്ടിൽ തന്നെ വാട്ടറുണ്ട്, നമുക്ക് എന്തെങ്കിലും ഇപ്പുറത്തോട്ട് പോകാം ഗൈസ്. ഇത് എനിക്കൊന്നും ഇങ്ങനെ ചെറിയ കെട്ടുകളാന്ന് തോന്നുന്നു. അപ്പോൾ നമ്മളിങ്ങനെ റോൾ ചെയ്ത് പോകണമെന്ന് തോന്നുന്നു. ഇല്ല ബാക്ക് എടുക്കണം എത്തൂല. ഇല്ല എത്തൂലെന്ന് തോന്നുന്നു. ഇല്ല ഗൈസ് എത്തും ഗൈസ്. നമുക്ക് ഉണ്ടാകുന്ന വെച്ചാൽ മറ്റേ പേടി നമ്മൾ എത്തിക്കൂലേ ഗൈസ്. ഇവിടെ നിന്ന് നമുക്ക് നേരെ തന്നെ കേട്ടോ. നമുക്ക് ഈ വഴി കറക്റ്റാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഇത് തന്നെയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് നേരെ ഫ്രണ്ടിലായിട്ട് റോൾ ചെയ്ത് പോട്ടെ. ഓ ഗൈസ് പിന്നെ ഒരു ചാട്ടം. ഓ ഗൈസ് ഇത് കുറച്ച് വലിയ ചാട്ടം വരുന്നുണ്ട്. നേരെ വെള്ളത്തിലാണ് സീനില്ല. നമുക്ക് ചെക്ക് പോയിൻ്റ് എടുക്കാം. ചെക്ക് പോയിൻ്റ് എടുത്തില്ലെങ്കിൽ ചെറിയ പണി പാളും. ചെക്ക് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇതൊന്ന് മുള്ളുവേലിയാണ് ഗൈസ്. മുള്ളുവേലിയൊക്കെ ഫ്രണ്ടിൽ വെച്ചേക്കണ ഗൈസ്. എനിക്ക് ഫസ്റ്റത്തെ മറ്റേ ഗോൾഡൻ ഫിഷിനെ കളിച്ചപ്പോൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല. സീരീസിൽ ആ സീരീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ച് അത്ര ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഈ സീരീസിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എന്ന് വെച്ചാൽ ഇത് നമുക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ടാണോന്ന് അറിയില്ല. പിന്നെ ഈ ആംബിയൻസും ഗ്രാഫിക്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ഗ്രാഫിക്സ് അല്ല നമ്മുടെ ഈ കാട്ടിക്കൂടെ ഉള്ളൊരു മനസ്സിലായില്ല, കാട്ടിക്കൂടെ പോണത്. കാരണം എന്ന് വെച്ചാൽ നമ്മളതൊക്കെ വീടിൻ്റെ പൊക്കത്തു കൂടെയൊക്കെയാണ് ഫസ്റ്റ് ലെവലിൽ പോയിക്കൊണ്ടിരുന്നത്. ഇതെന്ന് വെച്ചാൽ ഫുള്ള് ഫോഴ്സ് ഏരിയ ചെയ്തുകൊണ്ട് ആ ഒരു വൈബ്. ഇപ്പോൾ ഗൈസ് ഞാൻ വെച്ചാൽ മുള്ളി തട്ടിക്കാൻ നമ്മൾ പൊട്ടോ ബലൂണാണല്ലോ ഗൈസ്. പൊട്ടോ അറിയില്ല ഗൈസ്. ചെക്കോടി ഇട്ടിട്ട് ഫ്രണ്ടിലിട്ട് തന്നെ പോട്ടോ നമുക്ക്. ഓ ഗൈസ് ഇല്ല ഇത് എത്തൂല. ഇത് പണി വാളും. ബാക്ക് എടുത്തിട്ട് ഒന്നുകൂടിയും കുറച്ച് പവറിൽ ചാടാം. ചെറിയ സ്ഥലത്ത് വെള്ളം കുറവാണ്, അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ബാക്ക് എടുക്കാണ്ടില്ല. അങ്ങനെ ചെറിയ വിഷയം ഉണ്ട് കേട്ടോ. ഓ ഗൈസ് ഇടിച്ചില്ല. വളയ്ക്കാനൊക്കെ കുറച്ച് പാടാണ്. ഓ നമ്മൾ ഇടിച്ചാൽ നമുക്കൊന്നും പറ്റില്ല. പക്ഷേ നമ്മുടെ സ്പീഡ് ശരിക്കും കുറയും, അതാണ് സംഭവം. ഇവിടെ നിന്ന് തന്നെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ്, വേറെ വഴിയില്ല. ഫ്രണ്ടിലായിട്ട് തന്നെ ഉണ്ട്. ഫ്രണ്ടിലൊരു ചെക്ക് പോയിൻ്റ് ഉണ്ട്. നേരെ ഇവിടെ ചെക്ക് പോയിൻ്റ് എടുക്കാം കേട്ടോ. ചെക്ക് പോയിൻ്റ് നമ്മൾ കറങ്ങണം ഗൈസ്. നേരെ വന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങാട്ടോ. കറങ്ങ്. ഓ ഗൈസ് നേരെ വെള്ളം ഉണ്ടാണ്ട് വിഷയമില്ല. നമുക്ക് നേരെ ചെക്ക് പോയിൻ്റ് എടുക്കാം കേട്ടോ. ചെക്ക് പോയിൻ്റ് എടുത്തില്ല പണി പാളും, അതാണ് വിഷയം. പിന്നെ വെള്ളച്ചാട്ടോടെ ഗൈസ്. ഓ ഇത് കുറച്ച് സീനാട്ടോ, വഴി കാണാൻ പറ്റില്ല. ലക്കിലായിട്ട് ഞാൻ വെച്ചാൽ ഉള്ളിലോട്ട് കയറിയെന്ന് വിചാരിച്ചു ഗൈസ്. ഓരോ ഫിഷിനും 3 ലെവൽ വെച്ചാൽ തോന്നുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ലെവൽ നമ്മൾ ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ലെവലേ ഇല്ല, നമ്മൾ കുറച്ച് എത്തിയിട്ടുള്ളൂ. ഇത് കുറച്ച് ഇല്ല ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, വെള്ളമുണ്ട്, ചെറിയൊരു കെട്ടുണ്ട്.
നമുക്കിനി നേരെ കെട്ടി കയറിയിട്ട് പോവാം. ഈ ഫുള്ളും ഇങ്ങനെയാണ്, അറിയില്ല, ചിലപ്പോൾ ഈ ലെവൽ ഫുള്ളും ഇങ്ങനെ ആയിരിക്കും, അടുത്ത ലെവലോട്ടായിരിക്കും ചിലപ്പോൾ മാറുള്ളൂ. കാരണം വേറെ സ്ഥലത്തുള്ളൂ എന്ന് തോന്നുന്നു ഗൈസ്. കാരണം നമ്മൾ ഫസ്റ്റ് വേറെ ഏരിയയിൽ കൂടെയല്ലേ വന്നത്, പിന്നെ ആ ലെവൽ കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഇങ്ങനത്തെ ഒരു ഏരിയയിൽ വന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ലെവൽ കഴിയണം വയ്ക്കും. 3 ലെവലുള്ളൂ ടോട്ടൽ. നമുക്ക് നേരെ എന്ന് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം വെച്ചാൽ നമുക്ക് നേരെ കടലേട്ടോ. നമ്മുടെ ഒരു കമ്പനിക്കാരൻ കടലിൽ നിൽപ്പുണ്ട്, ആരാന്നറിയാലോ. ഫസ്റ്റത്തെ പാർട്ട് കണ്ടവർക്ക് എന്തെങ്കിലും മനസ്സിലാവും. അപ്പോൾ അവൻ ഫസ്റ്റത്തെ പാർട്ട് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ ഗോൾഡ് ഫിഷ് ആയിട്ടാണ് കളിച്ച്. നമ്മൾ 4 ഫ്രണ്ട്സ് ഉണ്ട്. ഗോൾഡ് ഫിഷ്, ബഫർ ഫിഷ്, പിന്നെ ഒരു പിരാന, പിന്നെ വേറൊരു മീൻ, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമ്മളെല്ലാവരും കടലിലോട്ട് എത്തിക്കണം, അതാണ് സംഭവം. നമ്മൾ ഗോൾഡ് ഗൈസ് സൈഡ് വലിവ് ഗൈസ് ഈ ഓളി കൂടെ കയറി പോകണമെന്ന് വേണ്ട. ഞാൻ വയ്ക്കുമ്പോൾ എന്താണ് സൈഡ് വലിവെന്ന് ഞാൻ വിചാരിക്കണ്ടായിരുന്നു ഗൈസ്. ഞാൻ നേരെ പോകുമ്പോൾ റൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഈ ഓളി കൂടെ തന്നെയാണ് പോകുന്നത്, അതോ നേരെയാണോ എന്നറിയില്ല. കാരണം ഒരു സൈഡ് വലിവ്. ഗൈസ് ഇതെവിടെ എത്തി ഗൈസ്? ഗൈസ് നമ്മൾ വേറൊരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. ഇതിന് പൊക്കത്തിയിട്ട് എങ്ങനെ കയറാനാണ് അറിയില്ല ഗൈസ്. ഇങ്ങനെ ചാടി കയറാൻ പറ്റുമോ? ഇല്ല, അത്ര ഒന്നും ഹൈറ്റിൽ നമ്മൾ പൊങ്ങൂലെന്ന് തോന്നണ്ട ഗൈസ്. ഇത് പെടുന്നതാണ് ഏറ്റവും അടി നമ്മൾ ട്രൈ ചെയ്ത് നോക്കട്ടെ. കാണിച്ചു ആ ഒരു സെറ്റിങ്സ് ഇപ്പോഴായിട്ട് കാണിച്ചു. ഇപ്പോഴാണ് ഒരു സെറ്റിങ്സ് കാണിച്ചു തന്നെ. അതൊന്നും വരുമ്പോൾ കാണിച്ചു തരാം, അത് ചെയ്തില്ല ഗൈസ്. ഇപ്പോഴാണ് സെറ്റിങ്സ് കാണിച്ചു തന്നെ. ഇപ്പോൾ മനസ്സിലായി. നമ്മൾ ഏറ്റവും അടി നമ്മൾ ബഫർ ഫിഷിൻ്റെ എബിലിറ്റി യൂസ് ചെയ്തതിന് കാരണം പെട്ടെന്ന് ഏറ് കയറാണ്. നമ്മൾ പെട്ടെന്ന് ശരിക്കും പൊക്കത്തിട്ട് പൊങ്ങൂട്ട, അതാണ് സംഭവം. കാണിച്ചു തരാം കണ്ട. ഗൈസ് ഇത് എത്തിയില്ല കേട്ടോ, നമ്മൾ കുറച്ചും കൂടെ അടിയിലായിട്ട് വേണം കേട്ടോ. ഇത്ര മതിയാക്കും, ഇതൊക്കെ മതി. ഗൈസ് എത്തി. ഗൈസ് ഇനി ഇതിൽ കൂടെ റോൾ ചെയ്ത് തോന്നും. ഇതെന്താണ് ഗൈസ്? ഇത് പോകെ ആകെ സീനായിട്ട് വന്നല്ലോ. അടിയിലായിട്ട് ഇറങ്ങിയ നമ്മൾ ഉള്ളും ഗൈസ് ചത്ത്. ഗൈസ് ലക്കട്ടെ, ഞാൻ വെച്ച് പടോ എന്ന് വിചാരിച്ച്. പിന്നെ നമ്മൾ ചെക്ക് പോയിൻ്റ് എടുത്തേക്കണ വിഷുവില്ല ഗൈസ്. പിന്നെ നമ്മൾ നേരെ ഈ മരത്തിൻ്റെ പൊക്കത്തേട്ടാന്ന് നോക്കട്ടെ. ഏറ്റവും അടിയിൽ പോയിട്ട് ചെയ്യാം, അല്ലെങ്കിൽ മിക്കവാറും എത്തൂല. ഗൈസ് ഇത് കുറച്ച് ഓവറായി നോക്കട്ടെ. അപ്പം അത്ര നമ്മൾ അടിയിലോട്ട് പോകണ്ട. ഒരു ഹാഫും ഒരു 80% നമുക്ക് മതിയായിരിക്കും. എന്നാൽ അത്യാവശ്യം അപ്പം അത്ര ഹൈറ്റിലോട്ട് പോവും ഗൈസ്. ചെക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഇത് കുറച്ച് ഇല്ല ഗൈസ്, ഇത് അടിയിലോട്ട് പോകണമെന്നാണ്. ഇല്ല നമ്മൾ അടുത്ത് തന്നെ ഒന്നും ചെയ്യണം കേട്ടോ. അറ്റത്തൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഗൈസ് ഇല്ല എത്തിയില്ല, പിന്നെ എത്തിയില്ല. എന്താണിത്? നമുക്ക് ഫ്രണ്ടിലായിട്ട് ചെറിയൊരു പുഷ് കൊടുക്കണം, എന്നാലാണ് ഫ്രണ്ടിലായിട്ട് നമ്മൾ മൂവ് ആവുള്ളൂ. സംഭവം മനസ്സിലായി, കളി മനസ്സിലാക്കി തന്നെ പിന്നെ ഈസി ആണല്ലോ ഗൈസ്. ഗൈസ് പെട്ട് ഗൈസ്. അവിടെ ഒരു ചെറിയൊരു തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാവും വെച്ചേക്കാം ഗൈസ്. ഗൈസ് അത് കയറില്ലാന്ന് വെച്ചിട്ട് ഇത് കയറിയിട്ടുണ്ട്. നമുക്ക് നേരം കിടക്കോട്ടെ. ഇപ്രാവശ്യം ഞാൻ നോക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല സംഭവം. പടമായി ഗൈസ്, പടം തീർന്ന് ഗൈസ്. ഇതെന്താണിത്? ചത്തില്ല. നമ്മൾ നേരെ വെള്ളത്തിലായിട്ട് വീണതുകൊണ്ട് സീനില്ല ഗൈസ്. കാരണം നമ്മൾ നേരെ വെള്ളത്തിലോട്ടല്ല, അതുകൊണ്ട് വിഷയമില്ല. നമ്മളിപ്പോൾ നേരെ വേറെ വല്ല ഇതിൻ്റെ പൊക്കത്തിലെ വേണമെങ്കിൽ നമ്മളൊരു ഡെഡ് ആയനാ. അങ്ങനെ ഒരു സീൻ ഉണ്ടല്ലേ. പോകെ കുറച്ച് ടഫായി വന്നിട്ടുണ്ടാ ഗൈസ്. സീനില്ല, നമുക്കതൊന്നും സീനില്ല. ഇതിൻ്റെ പൊക്കത്താണ് ഇനി ചെക്ക് പോയിന്റ് കേട്ടോ ഗൈസ്. അതിൻ്റെ പൊക്കത്തിന് വെള്ളം ഉണ്ടാവോ അറിയില്ല ഗൈസ്. നമുക്ക് എന്തെങ്കിലും അവിടെ നിന്ന് ഉരുണ്ട് പോകണമെന്നോ അങ്ങോട്ടാ, അതായിരിക്കും കളി. നമുക്ക് ശരിക്കും നേരെ ഏറ്റവും അടി പൊടിച്ചാടാം, കാരണം നല്ലൊരു ജമ്പ് വേണം. ഗൈസ് എന്തൊരു അവസ്ഥയാണ് ഗൈസ്. പിന്നെയും ഈ ജാറിലിട്ട് എനിക്ക് എന്താ അവസ്ഥയാണ് ഗൈസ്. ബൗളാണ് പിന്നെയും വിഷയം. എനിക്കൊന്ന് അവിടെ ഒരു ചൂണ്ടിരിപ്പുണ്ട് കണ്ട. ഏതാണ്ട് മീൻ പിടിക്കാൻ വന്നവൻ വെച്ചിട്ട് പോയതാണ്. വെച്ചിട്ട് പോയതെന്ന് നമുക്ക് ഉപകാരപ്പെട്ടേട്ടാ, അത് വേറെ കാര്യം. വേറെ ഇവിടെ വെള്ളമൊന്നുമില്ല, നമ്മളവിടെ ട്രാപ്പായന ഗൈസ്. ലെഫ്റ്റ് സൈഡിലായിട്ടൊരു മറ്റേ കിളിയുടെ പടം കാണിച്ചിട്ടുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. അതേ പൊക്കത്ത് ഒരു കിളി ഇരിപ്പുണ്ട്. അതിൻ്റെ അടുത്തൊരു ചെറിയൊരു ആരോ മാർക്കും വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 ആയിട്ടാ. എനിക്കൊന്ന് അത് കിളി കാണാണ്ട് വേണം നമ്മൾ പോവാനെന്ന് തോന്നണട്ടാ. ഗൈസ് ഇല്ല ഇങ്ങടേക്ക് പോകാൻ പറ്റില്ല. പോകാൻ പറ്റിച്ചാൽ കുറച്ച് കയറ്റമാണ്. നമ്മളെന്തെങ്കിലും കയറ്റം കയറാൻ പറ്റുമോ ഗൈസ്? ഗൈസ് ദേ ഫുള്ളായിട്ടാ റെഡ് കത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവന്മാർ നമ്മൾ റാഞ്ചാൻ നോക്കൂട്ടാ. നമ്മളപ്പോൾ അതിന് മുന്നേ ഇവിടുന്ന് എസ്കേപ്പ് ആവണം നോക്കണം. ഇതിനാണെങ്കിൽ അനങ്ങണില്ല സംഭവം. മറ്റേ ബോളാണെങ്കിൽ പിന്നെ വിഷുണ്ടെന്നില്ല. ഇല്ല ഗൈസ്, ഈ വഴി കയറി പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നല്ല. ഇല്ല ഗൈസ്, ഫുള്ള് കല്ലൊക്കെയാണ്. നമുക്ക് എന്തെങ്കിലും ഇപ്പുറത്തെ വഴി പോകാൻ നോക്കട്ടാ. ഗൈസ് എനിക്കതിൻ്റെ കൺട്രോളും കാണാനുള്ള വാങ്ങാത്തൊലി. അവന്മാരിപ്പോൾ നമ്മൾ തൂക്കും. 2 പ്രാവശ്യം ട്രൈ ചെയ്തിട്ട് കിട്ടിയില്ല. ഗൈസ് ജസ്റ്റ് മിസ്സിനൊക്കെ ആയിട്ട് പോണേ ഗൈസ്. ഏത് എങ്ങനെയൊക്കെ പോകണ്ടേന്നാണ് എനിക്ക് ഗൈസ് കണ്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ഗേറ്റ് ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിൽ ഇതേ കണ്ട ഫ്രണ്ടിൽ തന്നെ ഒരു ഗേറ്റ്. അപ്പോൾ ആ ഗേറ്റ് വഴിയാണ് നമ്മൾ എന്തെങ്കിലും എസ്കേപ്പ് ആവേണ്ടത്.
എനിക്കാണെങ്കിൽ വഴി അറിയില്ല അതിൻ്റെ ഇടയിൽ. ഓ ഗൈസ് ഇതിൻ്റെ അടിയിൽ നമ്മൾ കയറി നിന്നതിന് ആ സംഭവം കുറഞ്ഞതുണ്ട് ഇപ്പം. ഓ കളി മനസ്സിലായി കാരണം ആ ഡെസ്കിൻ്റെ അടിയിൽ നമ്മൾ കയറിക്കണം. അപ്പം എന്ന് വെച്ചാൽ അവന്മാർ കാണൂല. ഓ സംഭവം പിടി കിട്ടി ഗൈസ്. ഓ ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെയും ഡെസ്ക് ഇരിപ്പുണ്ട്. ഓ ഗൈസ് ഇല്ല കൺട്രോൾ കിട്ടുള്ള നിൽക്കട്ടെ ഒരു മിനിറ്റ്. ഫുള്ള് അലേർട്ടായിട്ടാ. അവന്മാർ തൂക്കാൻ ചാൻസ് ഉണ്ട്. ഇല്ല ഗൈസ് അവന്മാർ പൊട്ടന്മാരാണ് നോക്കണ്ട. കാരണം നമ്മൾ ഇതുവരെയായിട്ടും നമ്മൾ ഇത്ര തന്നെ കൊടുത്തിട്ട് നമുക്ക് ഒരു പ്രാവശ്യം നമ്മുടെ അടുത്തു കൂടെ പോകുന്നല്ലാണ്ട് നമ്മൾ ഇവരുടെ പിടിച്ചിട്ടില്ല കേട്ടോ. അപ്പം അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലാന്നാണ് ഗൈസ്. വെറുതെ വന്നെന്ന് തോന്നണോ ചെക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട് ഇവിടുന്ന്. ഓ ഗൈസ് നമ്മളിനി നേരെ അടിയിലോട്ടുള്ള വെള്ളത്തിലോട്ട് പോകണമെന്ന് തോന്നുന്നു. പക്ഷെ അത് നമുക്ക് നീക്കാൻ പറ്റുമോ? അത്ര വലിയ സാധനം. ഓ നമ്മളെ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ ഇവിടെ നമുക്ക് നേരെ ബോളായിട്ട് പോകട്ടെ. ഇതൊന്ന് നീക്കാൻ പറ്റുമോ? ഓ ഗൈസ് ഇത് നീക്കാൻ പറ്റൂട്ടോ നമുക്ക്. ഓ അത് പൊളിച്ചട്ടാ. പക്ഷെ ഇത്ര വലിയ സാധനമൊക്കെ മീൻ നീക്കാൻ പറ്റുമോ? ഓ നമ്മളിവിടെ നേരെ പ്രത്യേകിച്ച് ചാടിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത്? ഓ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട് കേട്ടോ. റൈറ്റ് സൈഡിലോട്ടൊന്നും വഴിയില്ല. അപ്പം അങ്ങടേക്ക് തന്നെയാണ് പോകേണ്ടത്. ചെക്ക് പോയിൻ്റ് അനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. റൈറ്റ് സൈഡിൽ വഴി നമുക്കൊന്ന് പോയി നോക്കാമല്ലോ. കാരണം വെച്ചാൽ ബ്രെഡിൻ്റെ പീസിന് നമ്മൾ കളക്ട് ചെയ്യണം. ആ സംഭവം കളക്ട് ചെയ്യണം. അതെന്തിനാണ് കളക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അത് കളക്ട് ചെയ്യാൻ കാണിച്ചുകൊണ്ടാണ് ഞാൻ കളക്ട് ചെയ്യണം. സംഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യം പറയാൻ. പിന്നെ ബ്രെഡിൻ്റെ പീസ് അത് ഫസ്റ്റത്തെ എപ്പിസോഡ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. നമ്മുടെ മുതലാളി എന്ന് പറയാൻ പറ്റില്ല. കാലമാടത്തി ആറുകൊണ്ട് നമ്മളിപ്പോൾ ഈ അവസ്ഥ. മര്യാദക്ക് വല്ല ടാങ്കിൽ കിടന്ന നമ്മളാണ്. ടാങ്കിലല്ല അവരുടെ തീറ്റത്തിനാണ് നമ്മൾ നിന്ന കാര്യം. പിന്നെ ആ ഫിഷ് ഷോപ്പ് വേണ്ടവർ നമ്മൾ വിറ്റ് കളഞ്ഞ്. നമ്മൾ പിന്നെ കമ്പനിക്കാർ ഒരുമിച്ച് കൂടാണ്ട് വഴിയുണ്ടാകും ഗൈസ്. നമുക്ക് എന്തെങ്കിലും ആ ചെക്ക് പോയിന്റ് എടുക്കും. അടിയിലോട്ടൊന്നും വഴിയില്ല കേട്ടോ. അടിയിലോട്ട് വെള്ളമുണ്ടോ? ഇല്ലാന്ന് തോന്നണ്ട. അടിയിലോട്ട് വെള്ളമുണ്ട്. പക്ഷെ അടിയിലോട്ടുള്ള വഴിയൊന്നും ഞാൻ കാണല്ല വേറെ. ഗൈസ് ഇവിടെ ഫ്രണ്ടിലായിട്ടൊരു ഇതുണ്ട് കേട്ടോ, ഒരു വിൻഡോ ഉണ്ട് കേട്ടോ. ഈ വിൻഡോ കൂടെ വല്ല ചാടണോ? നമുക്കെന്തെങ്കിലും വെറുതെ ഇങ്ങനെയല്ലേ ട്രൈ ചെയ്തോ. ചെക്ക് പോയിന്റ് കിട്ടിയല്ലോ. ഓ ഗൈസ് വിൻഡോ. ഓ ഗൈസ് ബൗള്. ഓ ട്രാപ്പായി ഗൈസ്. ബൗളിലിട്ട് അടി. നമുക്ക് അടിയിലിട്ട് ആ വെള്ളത്തിലിട്ട് ചാടിയും മതി. ഇവിടുത്തെ ചെക്ക് പോയിന്റും കയറി. മണ്ടത്തരം കാണിച്ചു ഗൈസ്. അടിയിൽ ആ വെള്ളത്തിൽ കൂടെ ചാടിയും മതിയായിരുന്നു. പെട്ട്. ഓ ഗൈസ്. ചെക്ക് പോയിന്റ് ഇട്ട് ഇറങ്ങി രക്ഷപ്പെട്ടട്ടാ. നമ്മളെന്തെങ്കിലും ഇനി ഈ വഴി പോകണോണ്ടാ. ഇവിടെ ഉണ്ട് കേട്ടോ മറ്റേ സംഭവം കിളി. ഈ റൗണ്ട് കുറച്ച് ടഫാവും. കാരണം ആ കിളി വന്ന് നമ്മളെ റാഞ്ചാൻ നോക്കിയാൽ നമ്മൾ നേരെ പാലത്തിൻ്റെ അപ്പുറത്തേട്ട് ചാടും. അത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ കണ്ട ഗൈസ് ഈ പലകക്ക് കളർ വ്യത്യാസം ഉണ്ട് കേട്ടോ. പച്ചയുണ്ട്, ഒരു ഓറഞ്ച് ഗൈസ് പെട്ട്. ചെക്ക് പോയിന്റ് ഉള്ള നമ്മൾ രക്ഷപ്പെട്ടിട്ട ഗൈസ്. കുറച്ച് സീനാണ്. പിന്നെ കണ്ട പലകയിൽ ഗ്രീൻ കളറ് പലകയുണ്ട്, പിന്നെ ഓറഞ്ച് കളറുണ്ട്. എനിക്കൊന്നും നമ്മൾ ഗ്രീൻ കളറിൽ കൂടെ പോയിക്കാനും മിക്കവാറും അത് പൊട്ടി നിലത്തി വീഴുന്നത്. കാരണം പൂപ്പലൊക്കെ പിടിച്ചിരിക്കുന്നതെന്ന് തോന്നാണ്. കാരണം നമുക്ക് നോക്കുക ഗൈസ്, വെറുതെ റിസ്ക് എടുക്കണ്ട. കാരണം എന്ന് വെച്ചാൽ കണ്ട ഫുൾ ഓറഞ്ച് പലക ഉണ്ട്. നമുക്ക് ഇത് എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഓറഞ്ച് പലക ഉണ്ട്. പിന്നെ ഓറഞ്ച് പലകയിൽ കൂടെ പോകാനുള്ള വഴിയുണ്ട്. കൂടെ നമുക്ക് എന്തെങ്കിലും ഓറഞ്ച് പലകയിൽ കൂടെ പോകട്ടെ. കാരണം വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ട. വെറുതെ ചത്ത് നിങ്ങൾക്ക് ബോറടിപ്പിക്കണ്ടല്ലോ ഗൈസ്, വെറുതെ എൻ്റെ കഴപ്പ് കാരണം. പിന്നെ ഫ്രണ്ടിൽ തന്നെ ചെക്ക് പോയിന്റ് ഉണ്ട്. ഗൈസ് ഇല്ലില്ല പിടിച്ചില്ല. മണ്ടൻ. ഗൈസ് ഫ്രണ്ടിൽ പച്ചപ്പലകയുണ്ട്. നമുക്ക് എന്തെങ്കിലും ഓറഞ്ച് കൂടെ പോകട്ടെ, അതാണ് സേഫ് എന്ന് തോന്നുന്നത്. ഗൈസ് ഇത് പെട്ട്. ഗൈസ് അവൻ വന്ന് തട്ടിക്കരുത് നമ്മുടെ ചില്ല് പൊട്ടുട്ടാ. അങ്ങനെ വിഷയമുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ബാക്കിലോട്ടും പോവും. ബാക്കിലോട്ടല്ല ഏത് ചിലയിട്ട് തട്ടണം അപ്പുറം ചിലയിട്ട് പോവും. അതാണ് വിഷയം. മിക്കവാറും നമ്മൾ ഈ റൗണ്ട് ഒരു പ്രാവശ്യം നിലത്തിട്ട് ചെയ്യും. കാരണം ഫുള്ള് റെഡ് അലേർട്ട് കത്തി കിടക്കണതാണ്. അവന്മാർ എന്തൊക്കെ വന്നിട്ട് ഞങ്ങൾക്ക് പച്ചക്കറി പോയി നോക്കണം. വേണ്ട റിസ്ക് എടുക്കണ്ട. കാരണം ഈ വഴി എങ്ങനെയും എസ്കേപ്പ് ആവണം. അതാണ് മെയിൻ അതാണ്. പെട്ട്. ഇല്ല പെട്ട്. ആറാൻ പറഞ്ഞ കിളി കാരണം നമ്മൾ പിന്നെയും ബാക്കിലോട്ട് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് ചെക്ക് പോയിന്റ് ഇട്ടാറും വേറെ വിഷയമില്ല. നമുക്ക് എന്തെങ്കിലും വേഗം ഇവിടുന്ന് എസ്കേപ്പ് ആവട്ടോ. അല്ലെങ്കിൽ മിക്കവാറും ഒരു പ്രാവശ്യം പിന്നെ തട്ടിയിട്ടേനാ. പിന്നെ ഇതെന്ത് ടൈപ്പ് കിളിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പിന്നെ ഇതിന് ചെറിയ സ്റ്റോറി എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ഫസ്റ്റിൽ എൻഡിൽ ഈ കിളി വന്ന് നമ്മുടെ അടുത്ത് വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ വീർത്തായിരുന്നു. അപ്പോൾ അത് പേടിച്ച് പോയിരുന്നു ആ കിളി കണ്ട. പക്ഷെ നമുക്ക് ഈ ബൗളിൻ്റെ ഉള്ളിൽ നമുക്ക് ആ സംഭവം എടുക്കാൻ പറ്റില്ല, വീർക്കാൻ പറ്റില്ല കേട്ടോ. ആ സംഭവം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂല. കാരണം നമ്മൾ ബൗളിൽ നിന്ന് പുറത്തോട്ട് പോയാലാണ് ആ സംഭവം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയില്ല, പറ്റൂല. ഗൈസ് ഈ സംഭവം മനസ്സിലായ ഫസ്റ്റത്തെ ലെവലിൽ ഇതായിരുന്നു ഫുള്ളും. ഇതുണ്ടെങ്കിൽ സിമ്പിളാണ്. കാരണം നമ്മൾ അപ്പുറത്തിട്ടും പോലും ഇപ്പുറത്തിട്ടും നേരെ നമ്മുടെ ഏരിയയിലോട്ട് തന്നെ പോട്ടാ. ഇതിലോട്ട് വെള്ളം ഉണ്ടായില്ല, ഇതിലൊന്നും വെള്ളമില്ല. ഗൈസ് ഫ്രണ്ടിൽ തന്നെ ചെറിയ മറ്റേതുണ്ട് കേട്ടോ, ബ്രെഡിൻ്റെ പീസ് ഉണ്ട്, അത് എടുക്കാട്ടാ. നമുക്ക് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് പോവാം. ഇല്ല ഗൈസ് ഈ വഴി കയറാൻ പറ്റൂല ഗൈസ്, ഫുള്ള് ഇല്ല ഈ വഴി കയറാൻ. നമ്മൾ കറങ്ങി വന്നിട്ട് ആ ബ്രെഡിൻ്റെ പീസ് കളക്ട് ചെയ്യണം വേണ്ട. ഇതെന്താ ഗൈസ് ഇതിൻ്റെ പൊക്കത്തൊക്കെ സ്റ്റൂളും ഉണ്ടെന്ന് വെച്ചേക്കണം. എന്തൊക്കെ
അപരാധങ്ങളാണ് ഗൈസ് ഗെയിമിൽ ചെയ്ത് വെച്ചേക്കണം. ഇതിൻ്റെ പൊക്കത്തൊക്കെ സ്റ്റൂളുണ്ടെന്ന് വെച്ചേക്കണം. പാലക്കാട് പൊക്കത്ത് പണിക്കാർക്ക് ഇരിക്കാനാണ് അറിയില്ല ഗൈസ്. ഇതേ ഗൈസ് ഫ്രണ്ടിൽ തന്നെ ഒരു സംഭവം ഇരിപ്പുണ്ടട്ടാ. കണ്ടിട്ടില്ല അവൻ കണ്ടു തന്നെ റിസ്ക് ആവും, പണിപ്പാളും. കണ്ടിട്ടില്ല, പൊട്ടനാണ് അവൻ, കണ്ടിട്ടില്ല. നമുക്ക് നെയ്സിൽ പോയിട്ട് ആ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് പോകട്ടെ. നമ്മൾ വേറെ എവിടെ ഇടിച്ചതിനെ ശബ്ദം കേട്ട് അവർ വരുമോയെന്ന് എനിക്കറിയില്ല. ശബ്ദം ഇല്ല, അങ്ങനെ വിഷയം ഉണ്ടാവില്ല. കാരണം അവർ കണ്ടാൽ മാത്രമുള്ള ഒരു അലേർട്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ, അറിയില്ല. അപ്പോൾ ഗൈസ് ഇപ്പുറം വഴി പോകാൻ പറ്റില്ല, പച്ച കളർ പലകയാണ്. നമ്മളെ വെടിക്കെട്ടി തീരും. നമുക്ക് എന്തെങ്കിലും ഈ വഴി നമ്മൾ വന്ന വഴി തന്നെ കറങ്ങി പോകണമെന്ന് വേണ്ട, അതാണ് ഗെയിം. വന്ന വഴി തന്നെ പോകണം, കാരണം നമുക്ക് ഷോർട്ട് കട്ടൊന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ പച്ചപ്പലക്കൂടെ പോയി നോക്കാം, അല്ലെങ്കിൽ ട്രൈ ചെയ്യാം. വേണ്ട ഗൈസ്, ഇവിടുത്തെ റിസ്ക് എടുക്കാനുള്ള, കാരണം നമ്മൾ ഇത്ര പേര് എത്തിയതാണല്ലോ. കാരണം ഗെയിം കുറച്ച് ലെങ്തി ആവുമോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, ക്ഷമിക്കണം. കാരണം അടുത്ത വീഡിയോസ് നിങ്ങൾ കമൻറ്റ് ചെയ്യും. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിം എത്ര പാർട്ടായിട്ട് ചെയ്യണമെന്ന് കമൻറ്റ് ചെയ്യും. ഞാൻ ഒറ്റ പാർട്ടായിട്ട് ചെയ്ത് തീർക്കാനാണ്, കാരണം ബോറടിപ്പിക്കണമെന്ന് വെച്ചാൽ 2-3 പാർട്ടാക്കിയിട്ട് ഈ ഗെയിം അത്ര വലിയ ഗെയിമൊന്നുമല്ല, മൊത്തം 4 പാർട്ടിൽ തീർക്കാവുന്ന ഗെയിമാണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ പാർട്ടും കളിച്ച്. എനിക്ക് ഈ പാർട്ട് കളിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല ആദ്യം തന്നെ. ഞാൻ ഒരു പാർട്ട് ചെയ്ത് വെറുതെ ഗെയിം കണ്ടപ്പോൾ ഒന്ന് കളിച്ച് നോക്കി, നിങ്ങളെ കാണിക്കുക ആ ഒരു മുകളിൽ എടുത്താണ്. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ കളിച്ചാണ്. പിന്നെ നിങ്ങൾക്ക് ഇതിന് പാർട്ട് 3 വേണമെന്ന് എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് ഞാൻ കളിക്കും, അതിന് നമുക്ക് വിഷയമില്ല. നേരെ ഇവിടെ ചെക്ക് പോയിൻ്റ് എടുക്കട്ടെ. ചെക്ക് പോയിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടിയിലേക്ക് എങ്ങനെ പോകാനാണ്? നിലത്തിട്ട് ചടിക്കാൻ പൊട്ടോ ബൗള്? ഇക്കാറ് പൊട്ടു നോക്കണ്ട. ഓ ഗൈസ് ബൗള് പൊട്ടി. ഓ ഗൈസ് നമ്മളെ ഇതിന് മുന്നേ നമ്മൾ റോളാവണം ഗൈസ്, സംഭവം മനസ്സിലായി. ഇതിന് മുന്നേ ബലൂൺ ആവണം. കളി മനസ്സിലായി. ഇത് കുറച്ച് ലോങ്ങാന്ന് വേണ്ട, വെള്ളമൊന്നും കാണാനുള്ള കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്തേട്ട് പോകണമെന്ന് വേണ്ട, അതായിരിക്കും. ഇതിൻ്റെ അടിയിൽ വെള്ളം ഇല്ലെങ്കിൽ വെള്ളം ഉണ്ടാവും, വെള്ളം ഇല്ലാണ്ട് വഴിയില്ലല്ലോ. ആ ഗൈസ് കണ്ട് ജസ്റ്റ് മിസ്സിലായിട്ട് അവിടെ രക്ഷപ്പെട്ടെ. പിന്നെ നമ്മൾ മറ്റേ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് ഒന്നുകൂടി പോട്ടെ, ഇവിടെ കുറച്ച് ലോങ് ആണെന്ന് തോന്നുന്നു. ഇല്ല, കുറച്ച് ബാക്ക് എടുത്തിട്ട് വരാം, എന്നാലാണ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ ഗൈസ് കുറച്ച് റിസ്ക്കിയാണ്. നൈസ്. കണ്ട് വെള്ളം കണ്ട്. ഗുഡ് ലക്ക് ബ്രോ. ഗൈസ് എത്തി. സീനില്ല. ഈസി. ഏറെ അടിയിലോട്ട് പോയിട്ട് ബോളായിട്ട് ഇല്ല, കുറച്ചും കൂടി അടിയിലോട്ട് പോയിട്ട് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്യണം, അല്ലെങ്കിൽ പോവില്ല. ഇല്ല, ഇതെന്താണിത്? നിൽക്കട്ടെ ഗൈസ്, ഇവിടെ നിന്ന് ചെയ്യട്ടാ. ഗൈസ് എത്തി. ഗൈസ് കുറച്ച് സീനാണ്. ഇല്ല, സിമ്പിൾ ചെക്ക് പോയിന്റ്. വെള്ളമുണ്ട്. ഞാൻ വിചാരിച്ച് വെള്ളമില്ലാന്ന് വിചാരിച്ചിട്ടാ, പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഞാൻ റൈറ്റ് സൈഡിൽ കൂടെ പോകണമെന്ന് വിചാരിച്ച്. പിന്നെ ചെക്ക് പോയിന്റ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ഗൈസ് ഇവിടെ ഏത് വഴി പോകാനാണ്? മരത്തിൻ്റെ പൊക്കത്ത് കൂടെ പോകണം. ഗൈസ് കണ്ട്. പൊക്കത്തായിട്ടൊരു ബ്രെഡിൻ്റെ പീസ് ഉണ്ട് കേട്ടോ. പക്ഷെ അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റൈറ്റ് സൈഡ് കൂടെ കറങ്ങി വന്നോന്നാണ് ഗൈസ്, എന്നാലും അത് എടുക്കാൻ പറ്റുള്ളൂ. സീനില്ല, നമുക്ക് എന്തെങ്കിലും ഈ ഹോളിൽ കൂടെ പോകട്ടെ. ഈ ഹോളിൽ കൂടെ പോയി. ഗൈസ് വെള്ളമില്ല കേട്ടോ, വിഷയവും. ഇല്ല, വെള്ളമുണ്ട്. സീനില്ല. ഇവിടെ നിന്ന് കിടക്കാണ്. റൈറ്റ് സൈഡിലായിട്ടാണ്. ഒഴുക്കിനനുസരിച്ചാണ് ഗൈസ് നമ്മൾ പോകണ്ടേന്ന് തോന്നുന്നത്. ഒഴുക്കിനനുസരിച്ചായിരിക്കും നമ്മൾ പോകണ്ടേ, കാരണം നേരെ കടലിലായിട്ട് പോകാനാണല്ലോ. അപ്പോൾ ഒഴുക്കിനനുസരിച്ച് പോകണം. നോക്കാം. ഇവിടെ നേരെ നമ്മൾ അടിയിലോട്ട് പോവാം. സീനില്ല. ഈസിയാണ് ഗൈസ്, ഈസി. നേരെ പോവാട്ടാ. ഇവിടെ നിന്ന് ഞങ്ങളുടെ കാണാവോ? ഗൈസ് നമ്മളൊരു ഓപ്പൺ ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് തോന്നണ്ട ഗൈസ്. ഇവിടുന്ന് ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, നമുക്ക് നേരെ ഇപ്പുറത്തൊരു ചാടാട്ടാ. ഗൈസ് ഇത് കൊള്ളട്ടാ. ഈ സ്ഥലം എനിക്ക് ഇഷ്ടപ്പെട്ട്. വേറെ സീനൊന്നുമില്ല, നമുക്ക് നേരെ വെറുതെ നീന്തി പോയാൽ മതി, വേറെ വിഷയമൊന്നുമില്ല ഗൈസ്. നേരെ ഫ്രണ്ടിലോട്ട് പോയാൽ മതി കേട്ടാ ഗൈസ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യട്ടെ ഗൈസ്. സംബന്ധം വെച്ചാൽ നിങ്ങൾ കാണുന്ന വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്താലാണ് അടുത്തവരിലോട്ട് എത്തുള്ളൂ, യൂട്യൂബേഴ്സ് റെക്കമെൻഡ് ചെയ്യുള്ളൂ. അതാണ് ഗൈസ് വിഷയം. കാരണം വെച്ചാൽ വ്യൂസ് കുറവാണ്, അപ്പോൾ കാണുന്നവർ ലൈക്ക് ചെയ്താലാണ് യൂട്യൂബേഴ്സ് അടുത്തവരിലോട്ട് എത്തിക്കുള്ളൂ ഗൈസ്. വേറൊരു ഏരിയയിലോട്ട് എത്തണം. കുറച്ച് വലിയ ഏരിയ കേട്ടോ ഗൈസ്. ഫ്രണ്ടിലൊരു മീനിട്ട് ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് മീനിനെ ഇങ്ങനത്തെ ഏരിയയിൽ കാണണേ. ഹലോ എന്താണ് മോളൂസേ? ഗൈസ് ഫ്രണ്ടിൽ വേറെ ഇടുന്നുണ്ട്. ഇവനെ കടിക്കാനൊന്നും പറ്റില്ല, നമുക്ക് ഇടിച്ചിടാൻ പറ്റുമോ നോക്കട്ടെ. ഗൈസ് ഇടിച്ചിടാൻ പറ്റും കേട്ടോ. ദേ ഗൈസ് കുറേ കേട്ടാ, 3-4 മീനൊക്കെ ഉണ്ട് കേട്ടോ, പല കളറിൽ. റെഡ്, ദേ പർപ്പിൾ. ദേ ഗൈസ് ഒരു ചൂണ്ട നമുക്ക് ചൂണ്ടി പിടിക്കണോ ഗൈസ്? അറിയില്ല. ചൂണ്ടി പിടിച്ചു കേട്ടോ. ദേ ഗൈസ് അവിടെ ഒരു ചൂണ്ട ഉണ്ട്. ഗൈസ് ചൂണ്ടി പിടിച്ച്. ഗൈസ് ഇല്ല ഗൈസ്, വിടാൻ പറ്റൂല, പെട്ടെന്ന്. ഇല്ല, വിടാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവനൊന്ന് കളിപ്പിച്ച് നോക്കട്ടെ. ഗൈസ് വിട്ട് നമുക്ക് വേറെ വഴിയുണ്ട്, വേറെ എങ്ങളിലേക്ക് പോകാൻ നോക്കട്ടെ ഏട്ടാ. ഗൈസ് നമുക്ക് വേറെ എങ്ങടേക്കും പോകാനുള്ള ഓപ്ഷൻ ഇല്ല. എനിക്ക് തോന്നണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ ചൂണ്ടയെ പിടിച്ചിട്ട്
ഇവൻ പിന്നെ കൊണ്ടുപോകുന്നതാണ്. കാരണം ഇപ്പോൾ ലെവൽ 2 ഇവിടെ കംപ്ലീറ്റ് ആവും തോന്നുന്നു. അപ്പോൾ നമ്മൾ ചൂണ്ടയിൽ ഇരയാവണം, അതാണ് ഗെയിമെന്ന് തോന്നുന്നത്. കാരണം അല്ലാണ്ട് പിന്നെ ഇവന് ഇവിടെ ഒന്ന് ചൂണ്ടരേണ്ട ആവശ്യമില്ലല്ലോ കൈസ്. കാരണം പിന്നെ വേറെ എങ്ങോട്ടും വഴിയില്ല. നമുക്കെന്തെങ്കിലും നേരെ ഇവൻ്റെ ഒപ്പം നേരെ പോവാട്ടാ, നേരെ വീട്ടിൽ ഇവൻ പിടിച്ച് നമ്മൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ലെവൽ കംപ്ലീറ്റ് ആവുമെന്ന് തോന്നുന്നു. ഇവനെന്ത് സ്ലോയാണ് ഇവൻ പിടിക്കട. പിന്നെ ഞാൻ കുറച്ച് ബലം കൊടുക്കണ്ട കേട്ടോ, അത് വേറെ കാര്യം കൈസ്. ഗൈസ് ഇവൻ പൊക്കിയിട്ടുണ്ട് കേട്ടോ, നമുക്ക് വിടാ. പറ്റിച്ചേ അവനെ പറ്റിച്ചിട്ടാ. ഇല്ല അവൻ ഒരു പ്രാവശ്യം ഇടുമെന്ന് തോന്നുന്നു. നമുക്ക് നേരെ അടുത്ത പ്രാവശ്യം നേരെ കയറി പോവാട്ടോ കൈസ്. ഇടല്ലേ ഇവൻ ഇട്ടിട്ടുണ്ട്. ഇവന് ഇവിടെ ദൂരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇവൻ എന്ത് മീൻ പിടുത്തക്കാരനാണ്. അടുത്ത് മീനിരിക്കുമ്പോൾ അവൻ ലൂങ്ങിക്കൊണ്ടു ഇറങ്ങേക്കണ്. എന്ത് മീൻ. ഗൈസ് നമുക്ക് അവിടം വരെ പോകണോട്ടാ. എവിടെയാണ് ഉക്ക്? കണ്ട് നേരെ പോയി പിടിക്കാട്ടാ. ഗൈസ് വലിച്ചുകൊണ്ട് പോടാ. നിന്നോട് വലിക്കാൻ പറ്റുമെങ്കിൽ വലിക്കട നീ ഇത്ര പവറുള്ളൂ ഗൈസ്. നമുക്ക് ഫ്രണ്ടിലോട്ട് കുറച്ച് പുഷ് ചെയ്യട്ടാ. വലിക്കട അവന് അത്ര പവർ ഇല്ല കേട്ടോ. നമുക്ക് വേണ്ടി പിടിച്ച് നിർത്താൻ ഈസിയാണ്. ഇല്ല ഗൈസ് നമ്മൾ വെള്ളത്തിൻ്റെ പൊക്കത്തിട്ട് ഇറക്കാൻ അവൻ പൊക്കൂട്ടാ ഗൈസ്. അടിയിലോട്ടാണ് നീന്താനും പറ്റുള്ളൂ കേട്ടോ, കാരണം അത്ര പവർ ഇല്ല നമുക്ക് ഗൈസ്. അവൻ വലിച്ചുകൊണ്ട് പോകണേ കേട്ടോ ഗൈസ്. ഇല്ല അവൻ പൊക്കത്ത് കൂടെ വലിക്കണാറ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. അടിയിലോട്ടാണ് നീന്താനും പറ്റുള്ള. അവൻ പൊക്കി ഗൈസ്. അവൻ പൊക്കി ഗൈസ്. എന്താണ് ഗൈസ് നമ്മളിനി ബക്കറ്റിലേട്ടല്ലേ ചാടണോ ഗൈസ്? ബക്കറ്റിലേട്ട് ചാടണം. നമുക്ക് ചാടി നോക്കട്ടെ. ബക്കറ്റിലേട്ട് ചാടാം. ഗൈസ് ലെവൽ കംപ്ലീറ്റ് ആയി. അവനെടുത്തു വിടില്ല, നമ്മൾ ബക്കറ്റിലേട്ട് ചാടണം. 4 സ്റ്റാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല്ലെങ്കിൽ 4 സ്റ്റാർ ഇട്ടിട്ടുണ്ട്. ഗൈസ് ലെവൽ 3 ആയിട്ട് നമ്മൾ അടുത്തെത്തിയിട്ടാ. ഇതെന്താണ് ക്ലബ്ബാ? നമ്മൾ ഏതാണ്ട് ക്ലബിലായിട്ടാണ് ഗൈസ് എത്തിയേക്കണം. ക്ലബിലായിട്ട് എത്തിക്കണമെന്നാണ്. ഗൈസ് എത്തിയിട്ടുണ്ട്. ഇതെന്തായാലും സ്ഥലം ഗൈസ്. ഇതേ ഫുള്ള് ഡാൻസ് പരിപാടി. നമ്മൾ ഏതാണ് ഫിഷ് ടാങ്കിലാട്ടാ. ഇതെന്താണ് ഇവനെന്താണ് ഈ കോഴി ഡാൻസ് കോഴീനെ പോലെ കാണിക്കണേ അറിയില്ല. നമ്മളിപ്പോൾ ഗൈസ് അടിയൊക്കെ ഫുള്ള് പരിപാടി ആയിട്ടാ. ഏതാണ്ട് ക്ലബിലല്ലോ. ബാർ ക്ലബ്. സംഭവം മനസ്സിലായി. ഏതാണ്ട് നമ്മളൊരു ക്ലബിലാണ് ഗൈസ്. അവൻ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണം. നമ്മളപ്പോൾ ഇനി ഇവിടുന്ന് എസ്കേപ്പാണ്. ഇവിടുന്ന് എങ്ങനെ നമുക്ക് ആ പൊക്കത്തെ ഗ്രില്ല് പൊട്ടിക്കണം നോക്കണ്ട. ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കട്ടെ. അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഇല്ലയെന്ന് തോന്നുന്നു ഗൈസ്. വേറെ എന്തിനും കളിയുണ്ടോ? ഇല്ല അത് തന്നെയാണെന്ന് തോന്നുന്നത്. കാരണം വേറെ കിടക്കുമ്പോൾ ഫ്രണ്ടിലൊരു ഗ്രില്ലുണ്ട് കേട്ടോ. ഈ ഗ്രില്ല് നമ്മളിങ്ങനെ അടിയിലിട്ട് വന്നിട്ട് പൊക്കത്തേട്ട് പോയി പൊട്ടിക്കണം എന്ന് തോന്നണം. അതുകൊണ്ട് വേറെ നമ്മൾ കാണാനുണ്ട്. ഈ ഗ്രില്ല് പൊട്ടിക്കണം കേട്ടോ. ഈ ഗ്രില്ലിലാണ് കളിയെന്ന് തോന്നുന്നത്. കാരണം ഒരു ചെറിയൊരു ഏരിയയിൽ അത്ര ഗ്രില്ലുള്ളൂ. എന്നിട്ട് ഏറ്റവും അടിയിൽ നിന്ന് പോട്ടെ. ഗൈസ് പൊട്ടിച്ച് നമ്മുടെ ഏറ്റവും അടിയിൽ നിന്ന് വന്നു വരുന്നുണ്ട്. അതായിരുന്നു കളി ഗൈസ്. കയറി പക്ഷെ എന്നാലും നമ്മൾ ഇവിടുന്ന് കയറി നമ്മൾ എങ്ങടേക്ക് പോകാനാണ്? ഗൈസ് ഫ്രണ്ടിൽ തന്നെ തുടക്കണവൻ്റെ സംഭവം ഉണ്ട്. ഇതിനകത്തിട്ട് കയറട്ടെ നമ്മൾ. അത് പൊളിച്ച് ഗൈസ്. ഈ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ കുറച്ച് ഫാസ്റ്റ് ഉണ്ടാവും കേട്ടോ അങ്ങ് പോകാൻ. ഇതെന്താണ് ഗൈസ് അവൻ കാണിക്കണേ? ഇത് നോക്കി ഗൈസ്. കോഴി ഡാൻസാ. എനിക്ക് കണ്ടിട്ട് കോഴി എന്ത് ഡാൻസ് ഇങ്ങനെ കളിക്കുക ഗൈസ്. അടിച്ച് മതോമതനായിട്ട് കളിക്കണേന്ന് കണ്ട എന്താ കളിക്കണേന്ന് അവനക്ക് തന്നെ അറിയില്ല ഗൈസ്. ഫ്രണ്ടിൽ തന്നെ ചെക്ക് പോയിന്റ് ഉണ്ട്. നമുക്ക് ആ ചെക്ക് പോയിന്റ് എടുക്കട്ടെ. ഇവന്മാരെല്ലാവരും പരിപാടിയിലാണ്, നമ്മളാരും ശ്രദ്ധിക്കൂല. അങ്ങനെ സീനുണ്ട്. ചെക്ക് പോയിന്റ് എടുക്കാം നമുക്ക്. പിന്നെ ഈ സ്റ്റെപ്പ് ഇറങ്ങണം. സ്റ്റെപ്പ് ഇറങ്ങിയാൽ അറിയോ ഈ സംഭവം? അറിയില്ല. നമുക്ക് പതിയെ ഇറങ്ങാം കേട്ടോ. അല്ലെങ്കിൽ ഇല്ല മറിയൊന്നുമില്ല എന്നാണ് ഗൈസ്. അങ്ങനെ മറിയാനുള്ള ചാൻസ് ഇല്ല, കാരണം വലിയ സ്റ്റെപ്പാണ്. അതുകൊണ്ട് മറിയാൻ ചാൻസ് ഇല്ല ഗൈസ്. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് എങ്ങടെയൊക്കെ പോകണമെന്നൊരു പിടുത്തൂല കേട്ടോ. റൈറ്റും ഉണ്ട് ലെഫ്റ്റും ഉണ്ട്. ഇതേ ഗൈസ് മൈക്കിൾ ജാക്സൺ സ്റ്റെപ്പൊക്കെ ഇട്ടുകൊണ്ടിരിക്കണേ ഗൈസ്. സ്റ്റെപ്പ് മാറ്റി പിടിക്കും മച്ചാനെ ഗൈസ്. നമ്മൾ അടുത്തിടൊന്നും പോകാനുള്ള ഗൈസ്. ഉമ്മാരെല്ലാം കണ്ടിന് സീനാവുമെന്ന് അറിയില്ല. ഇതേ ഗൈസ് 2 ചേച്ചിമാരൊക്കെ പാർട്ടി എൻജോയ് ചെയ്യാനായിട്ട്. എൻജോയ് അവർ നമ്മൾ കാണുന്നില്ലല്ലോ കേട്ടോ. അടിയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് പരിപാടി കേട്ടോ ഗൈസ്. ഇതെന്താണ് ചേച്ചി അത് ഡാൻസ് കളിക്കാണ്ട് നടക്കണേ വെറുതെ. പണ്ട് ചേച്ചി ഡാൻസ് കളിക്കട്ടോ, വെറുതെ നടക്കണേട്ടോ. ഇല്ലല്ലോ ഡാൻസ് കളിക്കണ്ട്. അത് റെസ്റ്റ് എടുത്താന്ന് തോന്നുന്നു ഗൈസ്. ചെറുന്ന് നടന്നേക്കണം. അടിയിൽ ഫുള്ള് പരിപാടിയാണ് ഗൈസ്. ഗൈസ് ഇവിടെ 2 കേട്ടോ. അവന്മാരെന്നാണ് സംസാരിക്കണാണ്. ഗൈസ് അവൻ്റെ കാലിൽ തട്ടി. ഞാൻ തീർന്നു വിചാരിച്ചിട്ടാ. ഫ്രണ്ടിൽ തന്നെ ചെക്ക് പോയിന്റ് ഉണ്ട്, അത് എടുക്കാട്ടാ. എന്താണ് ഗൈസ് ഞാൻ ഗ്ലാസ്സിലിട്ട് ചാടണോ ഗൈസ്? ഗ്ലാസ്സിലിട്ട് ചാടിക്കാൻ നമുക്ക് ഗൈസ് ഗ്ലാസ് അങ്ങ് നീക്കാൻ പറ്റുമോ? കാരണം മറിഞ്ഞു പോകില്ലേ? അറിയില്ല, കാരണം വേറെ ഓപ്ഷൻ ഇല്ല. ഗ്ലാസ്സിലിട്ട് ചാടാ. ഗൈസ് ഞായറാഴ്ച നിലത്തിട്ട് വീണെന്ന് വിചാരിച്ചിട്ടാ ഗ്ലാസ്സിലിട്ട് ചാടിയിട്ടുണ്ട്. ഗ്ലാസ് ഒന്നും അറിയില്ല. കഥയിൽ ചോദ്യമില്ല, അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാണ്. ഗെയിമിന് ചോദ്യമൊന്നുമില്ല, കളിക്കുക അത്ര തന്നെ. നമ്മൾ ഏതാണ്ട് വെൻറ്റിക്കൂട്ടിയുടെ പോണത്. ഗൈസ് ഇതെന്താ? ഗൈസ് ഗ്ലാസ് മറിയോ? ഗൈസ് ഗ്ലാസ്സിൽ നമ്മൾ വീണിട്ടുണ്ട്. ഗൈസ് നമ്മൾ ബലൂണാണ്, എന്നാലാണ് പൊക്കത്തിട്ട് പോകുള്ളൂ. ഗൈസ് ഇത് ഏത് വഴി പോകാനാണ്? ഇത് ലോക്കാണല്ലോ ഇവിടെ. ഇല്ല. നമ്മൾ ഇവിടുന്ന് നേരെ വേറൊരു ഫിഷ് ടാങ്കിലിട്ട് വന്നിട്ടുണ്ട് കേട്ടോ.
ഇവിടെ നിന്ന് എങ്ങനെ എങ്ങോട്ടേക്ക് പോകാനാണ് ഗൈസ്? ഓ അവിടെ തന്നെ ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്. വേറെ നോക്കട്ടെ കേട്ടോ, വേറെ വല്ല വഴിയുണ്ടോ നോക്കട്ടെ. ഓ ഗൈസ് എനിക്കൊന്ന് ഇതിൻ്റെ പൊക്കത്തു കൂടെ പോയി അതിൻ്റെ പൊക്കത്ത് അവിടെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട്. ആ ഫിഷ് ടാങ്കിലായിട്ട് വരണം. അപ്പം അത് ബീൻ ബാഗാണ്, അതിൽ ചാടിക്കാൻ പുഷാവോ അറിയില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ സോഫയിൽ കൂടെ പോയാൽ നമുക്ക് അത്ര ഹൈറ്റിലായിട്ട് പിന്നെ പൊത്താൻ പറ്റില്ല. ഓ പെട്ട് ഓ കുറച്ചും കൂടി നമ്മൾ അടുത്ത് വന്നിട്ട് ചാറണോട്ടാ. ഒന്നുകൂടി ട്രൈ ചെയ്യാം. ഓ ഗൈസ് ഇപ്രാവശ്യം പെട്ട് നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഈ പ്രാവശ്യം എത്തും ഗൈസ്. ഓ എത്തി നമുക്ക് എന്തെങ്കിലും ഈ ബീൻ ബാഗിലോട്ട് ചാടി നോക്കട്ടെ. ഓ ഗൈസ് ഇത് പുഷാവും. ഞാൻ എന്ത് പ്രോ പ്ലെയറാല്ലേ. നമ്മൾ വെറുതെയൊക്കെ പറഞ്ഞാണ്, പക്ഷെ കാര്യം ശരിയായിട്ടാ. അത് വേറെ കാര്യം, വെറുതെ പറഞ്ഞാണ് ശരിയായി. ഇവിടെ നിന്ന് നേരെ ഫിഷ് ടാങ്കിലടി ചാടണം. ഇവിടെ ഇങ്ങോട്ടേക്ക് ചാടി പിന്നെ കഴിച്ച് നമ്മുടെ ഫ്രണ്ടിൽ തന്നെ വേറെ ചെക്ക് പോയിന്റ് ഉണ്ട്. ഓ ഇത് റിസ്കി. നമ്മൾ ഈ 2 ബീറ്റ് ബാക്കി ചാടിപ്പോണെന്ന് ഇല്ലല്ലോ. നമ്മൾ വെറുതെ പറയണെന്ന് വെറുതെ ചാടിയോണ്ട് ചാവണേണ്. ഗൈസ് ഓ സംഭവം മനസ്സിലായി, പക്ഷെ എത്തിയില്ല. അത് വേറെ കാര്യം. സംഭവം കളി എനിക്ക് മനസ്സിലായിട്ടുണ്ട്. സംഭവം മനസ്സിലായി നിൽക്കട്ടെ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്യാട്ടാ. സംഭവം മനസ്സിലായി നിൽക്കട്ടെ. ഈസി ബ്രോ. സംഭവം മനസ്സിലായി. നമുക്ക് ഇനി ഇവിടെ നിന്ന് എൽച്ചിട്ട് അടിക്കാൻ മിക്കവാറും പൊട്ടാനുള്ള ഗ്ലാസ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് എന്തൊക്കെയല്ലേ ആ ചേറിലായിട്ട് ചാടണം എന്നാണ്. അടിയിലായിട്ട് വേണം അതിനെ മിക്കവാറും ഗ്ലാസ് പൊട്ടും. അതോ ഈ കാർപ്പറ്റിലായിട്ട് വേണം അതിനെ പൊട്ടൂല അറിയില്ല. മിക്കവാറും പൊട്ടാൻ ചാൻസ് ഇല്ല, അറിയില്ല. വേറെ റിസ്ക് എടുക്കള. നമുക്ക് നേരെ എന്തെങ്കിലും ചേറിലിട്ട് ഇടാം. പിന്നെ അടിയിൽ 2 ഇതൊക്കെ ഇരിപ്പുണ്ട്. ഞാനതൊന്നും മിണ്ടുള്ള മൈൻഡ് ചെയ്ത രീതിയിൽ പോണേട്ടാ. ഗൈസ് ഇവിടെ എന്താണ്ട് ഒരു എഴുത്തുകാരൻ ബുക്കിൽ എന്താണ്ടൊക്കെ എഴുതി എന്താണ്ടൊക്കെ വെച്ചിട്ടുണ്ട്, അറിയില്ല ഗൈസ്. പെട്ട് ഗൈസ് വെറുതെ നേരെ നിലത്തിൽ ചാടിയാൽ മതിയായിരുന്നു. ഇല്ല നമ്മൾ അതിൻ്റെ പൊക്കത്തിന്ന് ചാടിക്കൊണ്ടാണ് ഗ്ലാസ് പൊട്ടായിരുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ചാടിക്കാൻ ഗ്ലാസ്സിൽ നിങ്ങൾ ക്രാക്ക് ചെയ്യോ. ഇവിടെ ഒരു വെൻ്റ് ഉണ്ട്, ഈ വെൻ്റ് കൂടെ പോകണമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം, തുറയോ നോക്കാം. വെൻ്റ് തുറന്നിട്ടുണ്ട്. ഈ വഴിയോട്ടെ വെൻ്റ് കൂടെ പോകട്ടെ ഗൈസ്. നമ്മളിനി വെൻ്റ് കൂടെ പോകണതാണ്. സീനില്ല ഈ ഇങ്ങനത്തെയൊക്കെ വിഷ്വലില്ല. കാരണം വെച്ചാൽ നമ്മൾ ഇപ്പുറത്തോട്ടും പോകില്ല, ഫുള്ള് ലോക്കാണല്ലോ ഗൈസ്. ഇവിടുന്ന് എങ്ങോട്ടൊക്കെയാണ് നേരെ അടുത്ത നമ്മൾ വേറെ ഏരിയയിലോട്ടാണ് പോകണമെന്ന് നോക്കണ്ട. അറിയില്ല ഇത് എങ്ങോട്ടൊക്കെ വന്ന് വീണേ. അടുത്ത ഫിഷ് ടാങ്കിലോട്ടാണ്. അല്ല. നമ്മൾ ടോപ്പിലെത്തിയിട്ടാ. എല്ലാ ക്ലബിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഗൈസ് പോകാൻ പറ്റുള്ള ഈ വെൻറ്റിൻ്റെ ഈ മൂടി ഫ്രണ്ടിൽ വന്ന് തടസ്സം ഇട്ടിരിക്കണം കേട്ടോ. കുറച്ച് ബാക്ക് എടുത്തിട്ട് ഒന്നുകൂടെ പുഷ് ചെയ്യട്ടാ. ഇത് പറ്റൂല എന്ന് തോന്നുന്നു. ഇല്ല കുറച്ചുകൂടി ബാക്ക് എടുക്കണം. കുറച്ചുകൂടി ബാക്ക് എടുത്താലും നടക്കുള്ളൂ. ഇല്ല വരില്ല. കുറച്ചുകൂടി ബാക്ക് എടുക്കണം കേട്ടോ. ഇപ്രാവശ്യം എന്തെങ്കിലും പോകുന്നോ വേണ്ട. ഇത് നമ്മൾ കുറച്ച് അധികം ബാക്ക് എടുത്തിട്ടുണ്ട്. പ്രാവശ്യം പോകും തോന്നുന്നു. പോകും. ഈസി. ഗൈസ് ഇവിടെ 1 2 3 വഴിയുണ്ട് കേട്ടോ. എന്തെങ്കിലും ഫ്രണ്ടിലായിട്ടൊരു വഴിയുണ്ട്, ഈ വഴി പോകട്ടെ. ബാക്കിയെല്ലാം റിസ്ക് ആണ്, നിലത്തടിച്ചാനുള്ള ചാൻസ് ഉണ്ട്. ഗൈസ് ഈ വഴി പോയിട്ടുണ്ട്. ഗൈസ് അടിയിലൊക്കെ ഫുള്ള് പരിപാടിയാണ്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യല്ല. നമ്മൾ നേരെ പോകണതാണ്. ഇവന്മാരും നമ്മളെ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് തോന്നുന്നുണ്ട് ഇവന്മാരൊന്നും കണ്ടാലും വിഷയമില്ല. കാരണം നമ്മളൊന്നും ചെയ്യില്ലാന്നാണ്. ഗൈസ് ചെക്ക് പോയിന്റ് ഇട്ടിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ബ്രെഡിൻ്റെ പീസ് ഉണ്ട്. ഈ ബ്രെഡിൻ്റെ പീസ് എടുക്കണം കേട്ടോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബ്രെഡിൻ്റെ പീസ് മിസ് ചെയ്താണ്. ഇതെന്തെങ്കിലും എടുക്കുക. ഈ വഴി പോകാൻ പറ്റില്ല, അപ്പുറത്തെ വഴി പോകണം കേട്ടോ. ഈ വഴി പോയി കഴിഞ്ഞാൽ റിസ്ക്കാണ്. ഈ വഴി പോകാം. ഇത് ചെറുതാട്ടാ, ചെറിയ സംഭവമാണ്. ഇതിൻ്റെ പൊക്കത്തിട്ട് അപ്പുറത്തിട്ട് വീഴുമോയെന്ന് വെച്ചാൽ എനിക്കറിയില്ല. നമുക്ക് എന്തെങ്കിലും പോയി നോക്കട്ടെ. ഇല്ല സീനില്ല. ഈസി. പിന്നെ ഈ ബ്രെഡിന് പിച്ചിട്ട് നമുക്ക് ഞങ്ങളുടെ അടുത്ത് ചെക്ക് പോയിന്റ് കണ്ടിട്ടില്ല കേട്ടോ. എടുക്കടാ. അടുത്ത ചെക്ക് പോയിന്റ് എവിടെയാണ് ഗൈസ്? ചെക്ക് പോയിന്റ് കാണാൻ കിട്ടില്ല. അടിയിലായിട്ട് വല്ലതും പോകണം നമ്മളിനി. അടുത്ത ചെക്ക് പോയിന്റ് എവിടെ? ചെക്ക് പോയിന്റ് കാണുള്ളൂ കേട്ടോ. ഗൈസ് അടിയിലാണ്. അത് ചെക്ക് പോയിന്റ് ആണ്. നിൽക്കട്ടെ ഒരു മിനിറ്റ്. ഒന്ന് അറ്റത്തേട്ട് പോയി നോക്കട്ടെ. അത് ചെക്ക് പോയിന്റ് ആണോ ഗൈസ്? ഇവിടെ ഒരു വഴിയുണ്ട്. ഈ വഴി പോകണം നോക്കണ്ട. ഇവിടെ ഒരു സംഭവമുണ്ട്. ഈ സംഭവത്തിൽ നമ്മൾ നേരെ പോകണമെന്ന് തോന്നുന്നതാണ്. അതായിരിക്കും കളി. വേറെ ഒന്നും കാണാനുള്ള. ഗൈസ് അടിയിൽ നിലത്തായിട്ട് ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പം നമ്മൾ നേരെ നിലത്തായിട്ട് ഇറങ്ങണം. പക്ഷെ നിലത്തായിട്ട് നമുക്ക് ഈ 2 ലൈറ്റിൻ്റെ ഇതിൽ കൂടെ പോകാൻ പറ്റുമോ അറിയില്ല. പിന്നെ റൈറ്റ് ലൈറ്റ് പോയിക്കാനും മിക്കവാറും നമ്മൾ പടവും. എനിക്കൊന്ന് അടിയിൽ മറ്റേ ഈ പിങ്ക് കളർ ലൈറ്റ് ഉണ്ടായി. ലൈറ്റിൻ്റെ ഒരു സ്ട്രാപ്പ് കുറച്ച് പുറത്തേട്ട് തള്ളിയാണ് നിൽക്കണേ കണ്ട. അപ്പം അതിൻ്റെ ഇതിൽ കൂടെ നമ്മൾ പോകണമെന്ന് തോന്നണ്ട. അപ്പുറത്ത് വഴി പോകാൻ പറ്റില്ല. ബ്ലോക്കാണ്. നമുക്ക് ഈ വഴി ചടിയൊക്കെ പോകുന്നത് ഗ്ലാസ് പൊട്ടുന്നില്ല. സേഫാണ്. ഇതേ ഒരു അമ്മച്ചി ഇത് അടിയിലൊക്കെ വന്നിരിപ്പണ്ട കേട്ടാ. നമ്മളിവിടെ നേരെ ഇനി സോഫയിലായിട്ട് ചാടണോ അറിയില്ല. നമ്മൾ സോഫയിലായിട്ടാണ് ചാടണമെന്ന് തോന്നുന്നത്. അല്ല സോഫയിലായിട്ട് അപ്പുറത്തേട്ട് പോകാനാണ് തോന്നുന്നുണ്ട.
ഗൈസ് ഇപ്പുറത്തേട്ട് പോകാനാണ്. ഇപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഗൈസ് അടിയിൽ മറ്റേ സംഭവം ഉണ്ട് കേട്ടോ, ഇത് മറ്റേ ബക്കറ്റ്. അപ്പോൾ ബക്കറ്റിലോട്ട് ചാടണമെന്ന് തോന്നട്ടോ. നിൽക്കട്ടോ, ഗ്ലാസ് പൊട്ടി. ബക്കറ്റിലോട്ടടി. ഞാൻ വരച്ച് പെട്ടെന്ന് വിചാരിച്ചിട്ടാ, ഗ്ലാസ് പൊട്ടും ഞാൻ പ്രതീക്ഷയില്ല. പെട്ടെന്ന് ഇ제 ഗ്ലാസ്സേപ്പാട് ഇതിലോട്ട് ചാടണമെന്ന് വിചാരിച്ചു. ഗൈസ് നമുക്ക് സംഭവം കിട്ടിയിട്ടുണ്ട്, ചെക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും ഈ ചെക്ക് പോയിന്റ് കിട്ടിയിട്ട് പിന്നെ ഞാൻ അടുത്ത് എങ്ങോട്ട് പോകാനാണ്. നമുക്ക് എന്തെങ്കിലും പാർട്ടി ഒന്ന് എൻജോയ് ചെയ്ത് തരാം. യോ ആര് കരണ്ട് ഇവരെല്ലാവരും പൊട്ടമഴ ഒരു ഗൈസ് മറിച്ചിട്ട് എന്താ അവസ്ഥയാണ്. അവന്മാർക്ക് ഡാൻസ് കളിച്ചാൽ പോര്. നമ്മളപ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അവന്മാരുടെ അടുത്ത് കൂടെ പോയി കഴിഞ്ഞാൽ അവന്മാർ മറിച്ചിടും കേട്ടോ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. നിൽക്കട്ടെ, പതിയെ പോകട്ടെ. ഫ്രണ്ടിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ ആ വഴി പോകാനാന്ന് തോന്നണ്. ഗൈസ് ലമ്മച്ചി ഇടുന്ന ഡാൻസ് കളിക്കുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഓണാട്ടെ, എല്ലാവരും പവർ ഓൺ. ഗൈസ് നമുക്ക് ഡാൻസ് കളിച്ചാൽ ഇവിടെ ഒന്നും വേണ്ട ഗൈസ്. സമയമില്ല സമയത്ത് ഫുള്ള് കളിക്കില്ലെന്ന് പറയണമല്ലോ. ഗൈസ് നേരെ പോവാം. ആരും ഒന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് നൈസായിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഗ്യാപ്പിൽ കൂടെ പോകാനായിരിക്കും, കാരണം അതായിരിക്കും ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടേക്കണം. ഗൈസ് ഫ്രണ്ട് പിന്നെ അവന്മാര് പിന്നെയും കോഴികളെ കൊണ്ട് തോറ്റല ഗൈസ്. ഗൈസ് ഇമാര് റൗണ്ടിൽ ഇവിടെ കിടന്ന് ഫ്രണ്ടിൽ തന്നെ ചെക്ക് പോയിന്റ് ഉണ്ട്. അപ്പോൾ ആ ചെക്ക് പോയിന്റ് നമ്മൾ എടുക്കണം കേട്ടോ. ഇവൻ ചവിട്ടോ ഇല്ല അതിന് നമ്മൾ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇവനെ പൊക്കത്ത് വെച്ച് നമ്മൾ പക്ഷെ കണ്ടതാണ്. പിന്നെ അടിയിലുണ്ട് ഒരു കിളവനൊക്കെ വീട്ടിലിരുന്നൂടെ. ഈ ക്ലബിലൊക്കെ വന്നിട്ട് അവർ ലൈഫാണ്, അവർ എൻജോയ് ചെയ്തിട്ട് നമ്മൾ ചോദിക്കാൻ പറയാനല്ല ഗൈസ്. നമ്മൾ നേരെ ടോയ്ലറ്റിലോട്ട് പോകണം. അറിയില്ല എന്താണ് സംഭവം. ഗൈസ് പെട്ട് നമ്മളൊരുത്തരം ഗ്ലാസ്സിലിട്ട് വന്നു കേട്ടോ. ഗൈസ് അവൻ നമ്മൾ കുടിച്ച്. ഗൈസ് ഇതെന്തത് ഗൈസ്, നമുക്ക് ഇനി ഇവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? ഇതെന്താണ് സംഭവം? എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം. ഗൈസ് നമുക്ക് ഇവനെ കൺട്രോൾ ചെയ്യട്ടാ. ഇവനാണെങ്കിൽ അടിച്ച് ഫിറ്റ് ചെയ്തോണ്ട് എനിക്ക് മര്യാദക്ക് നടക്കാനും പറ്റില്ല കേട്ടാ. ഗൈസ് എനിക്കൊന്നും ഇവനെയും കൊണ്ട് നമ്മൾ നേരെ പുറത്തിട്ട് പോകണം നോക്കണ്ട. ഈ ക്ലബിൻ്റെ പുറത്തിട്ട് പോകാനായിരിക്കും. ഇതിൻ്റെ പുറത്തിട്ട് പോണ വഴി എനിക്കറിയില്ല കേട്ടാ. ഗൈസ് ഇത് കൊള്ളാട്ടെ ഗൈസ്. നമ്മൾ വലിച്ചതിൻ്റെ ഉള്ളിൽ കയറി ഫണ്ണി ആയിട്ടത്. ഗൈസ് ഇന്നാണ് ഇവർക്ക് ടോയ്ലറ്റിൽ പോകണമെന്നുണ്ട് പറഞ്ഞേ. ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ടോയ്ലറ്റിൽ പോകണം. നമുക്ക് ഇനി ടോയ്ലറ്റിലോട്ട് പോകണം. ഗൈസ് ഇവൻ ടോയ്ലറ്റിൽ പോകാനായിട്ടോ ഗൈസ് പറയണേ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ടോയ്ലറ്റിലോട്ട് തന്നെ പോകണമെന്നാണ് ഗൈസ്. നമ്മൾ ടോയ്ലറ്റ് എവിടെ കണ്ടു? നമ്മൾ ഗൈസ് ടോയ്ലറ്റ് കണ്ടതാണല്ലോ. ഞാൻ ഇവിടെ വെച്ച് ഞാൻ ടോയ്ലറ്റ് കണ്ട്. അപ്പർ സൈഡാണോ ഗൈസ്? നോക്കട്ടെ കേട്ടോ. ഗൈസ് അപ്പർ സൈഡ് ഫ്രണ്ടിൽ തന്നെ ആട്ടോ ടോയ്ലറ്റ്. ഗൈസ് ഇവനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ആട്ടാ. ഇവനാണെങ്കിൽ ആടി അടിച്ച് പാമ്പായിട്ട് നിൽക്കണേണ്. അവന്റെ കരച്ചിൽ എന്ത് സഹിക്കാൻ പറ്റില്ലടോ, അത്രയും തല്ലണ്ടായി. എനിക്കാണെങ്കിൽ ഇവനെ കൺട്രോളും ചെയ്യാൻ പറ്റില്ല ഗൈസ്. ഇവൻ പോകണം നോക്കിയവൻ. ഗൈസ് നമുക്ക് ഈ ഇടയിൽ കൂടെ തന്നെ പോവാട്ടാ. നമുക്ക് നേരെ ഇവനാണെങ്കിൽ മിണ്ടാണ്ടിരിക്കള്ളട്ടെ. ഇവൻ ദൂരാണ് മിണ്ടാണോ നിൽക്കുള്ള തൊതി. ഈ കുരിപ്പ് എനിക്കിവൻ്റെ കൈയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചിടിച്ചേനോ. കൺഫേം ആയിട്ട് അവനെ പിടിച്ചിടിച്ചേനെ. ഇതിക്കളവനെ രണ്ടെണ്ണത്തിന് പിടിച്ച് തൂക്കിയേനെ ഗൈസ്. എനിക്കൊരു നടക്കാൻ മാത്രമേ കൺട്രോൾ ഉള്ളൂ, കൈയൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഗൈസ്. നമുക്ക് നേരെ ടോയ്ലറ്റ്. ഗൈസ് ഈ കണ്ട പച്ച സംഭവം കണ്ട, അത് കൂടി വരണ്ട കേട്ടോ. എനിക്കൊന്ന് ഒമിറ്റ് ചെയ്യാനാണെന്ന് വേണ്ട. അപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ പോയി ഒമിറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു ഗൈസ്. നമ്മൾ അധികം നേരം അവിടെ തന്നെ നമ്മൾ അവിടെ വെച്ച് നമ്മളെ ഒമിറ്റ് ചെയ്തേനാ. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. നമുക്ക് നേരെ വേഗം ടോയ്ലറ്റിൽ പോട്ടെ. ഗൈസ് ടോയ്ലറ്റ് എത്തിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ടോയ്ലറ്റ്. അന്നെങ്കിൽ നടക്കട ടോയ്ലറ്റ് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് അല്ല വന്നെ. ഇത് എന്തൊരു ഗൈസ് നമ്മൾ മെയിൻ ടോയ്ലറ്റ്. ഇതേ ഇവിടെ ഒരു പെണ്ണാണോ? എന്താണ് ചേച്ചി, പെണ്ണാണോ ആണാണോ എന്താണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും മുള്ളാനല്ല, നമുക്ക് എന്തെങ്കിലും ഈ ബാത്റൂമിൽ പോട്ടെ. ഹലോ മിസ്റ്റർ, ഒന്ന് മാറിത്തരോ? ഗൈസ് അവൻ വിചാരിക്കുന്നു ഇത് മനസ്സവൻ്റെ മുള്ളാനും സംഭവിക്കലും ദൂരികളൊക്കെ. നമുക്ക് നേരെ ഇവിടെ പോട്ടെ ഗൈസ്. ഒമിറ്റ് ചെയ്യടാ. ഗൈസ് ഒമിറ്റ് ചെയ്ത് നമ്മളിനി ടോയ്ലറ്റിൽ കൂടെ പോകണമെന്നോ കണ്ടാ. അത് കൊള്ളാം. ഈ ടോയ്ലറ്റിൽ കൂടെ നമ്മളിഞ്ഞ് പോണേ. അത് എന്താ അവസ്ഥ നോക്കിയാ ഗൈസ്. ടോയ്ലറ്റിൽ കൂടെ നമ്മൾ പോണ്. ഇവിടെ നമ്മൾ നേരെ ഡ്രൈനേജ് ഏരിയയിലോട്ട് എത്താനാണ് ചാൻസ് കൂടുതൽ. ഗൈസ് നമ്മൾ എത്തിയിട്ടുണ്ട്. ഡ്രൈനേജ് ഏരിയയിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഇത് നമ്മൾ ഫസ്റ്റത്തെ ലെവലും അല്ലല്ല, അത് വേറെ ഏരിയ ആയിരുന്നു കേട്ടോ. ഇത് വേറെ ഏരിയ, രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇനി ഇവിടെ നേരെ പോട്ടെ. വീഡിയോ കുറച്ചധികം ലെങ്തി ആയി തോന്നണല്ലേ ഗൈസ്. ക്ഷമിക്കുക. നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയട്ടെ ഇങ്ങനെ എത്ര മിനിറ്റ് ടൈം വീഡിയോ വേണമെന്ന് കമൻറ്റ് ചെയ്ത് പറ. അപ്പം ഞാൻ
അതിനനുസരിച്ച് വീഡിയോ ഇടാം ഗൈസ്. കാരണം എന്ന് വെച്ചാൽ കട്ട് ചെയ്ത് ഇടാം നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ. ഗൈസ് ഇത് നമ്മൾ ചെറുതാവണം കേട്ടോ, ആ ഇടയിൽ വരുമ്പോൾ ചെറുതാവണം കേട്ടോ. സിമ്പിൾ കേട്ടോ, അത് കറക്റ്റായിരുന്നു കേട്ടോ സംഭവം. ഇത് എന്താണ് ഗൈസ്, ഇത് ഫുള്ളും ഇതാട്ടെ. നമ്മൾ ഈ ചെറിയ വാട്ടർ കൂടെ പോകുമ്പോൾ നമുക്ക് ചെറിയ ഓക്സിജൻ കിട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഗൈസ് നമ്മൾ ഇത്ര രീതിയിൽ പോണത്. ഗൈസ് നമ്മളിവിടെ നേരെ അങ്ങോട്ടേക്ക് എത്തിയത്. ഗൈസ് നമ്മൾ കഴിഞ്ഞ ഗൈസ് 5 സ്റ്റാർ കിട്ടിയിട്ടാ. ഈ ലെവലിൽ വേഗം കഴിഞ്ഞോളൂ. അതോ കളിച്ചത് അറിയാത്ത തന്നെ, പക്ഷെ വേഗം കഴിഞ്ഞു. പക്ഷെ ലെവല് 2 ഒക്കെ അത്യാവശ്യം ലോങ് ഉണ്ടായിരുന്നു. ലെവൽ 3 നമ്മൾ നേരെ ഈ ബാറിൽ നിന്ന് മാത്രം വന്നുള്ളൂ, വേറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഗൈസ് നമ്മുടെ അമ്മേനിക്കാരെന്ത് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഗൈസ് അവനവിടെ നിന്ന് ഗൈസ് അടിയിലായിട്ട് വന്നിട്ടുണ്ട്. ഗൈസ് നമ്മൾ ഫ്രണ്ടിൽ കൂടെ പോയിട്ടാ അവൻ കണ്ടെന്ന് തോണ്. ഗൈസ് നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടി ഗൈസ്. ഫൈനലി അങ്ങനെ കണ്ടുമുട്ടി ഗൈസ്. അപ്പോൾ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണ ഗൈസ്. അതോ ചെറിയൊരു കട്ട്സീനോട് കാണിച്ചിട്ട് നിർത്തണോ? കാരണം ഇതിൻ്റെ കട്ട്സീനോട് കാണിച്ചിട്ട് നിർത്തണോ? അടുത്ത ഫിഷിൻ്റെ അടുത്ത ഏത് ഫിഷായിട്ട് കളിക്കാനാണ് ഗൈസ്? നമുക്ക് പിരാനായിട്ട് കളിച്ചാലാ? അതല്ലേ കുറച്ചുകൂടി കിടിലൻ. പിരാനായിട്ട് എനിക്ക് ആദ്യം തന്നെ പിരാനായിട്ട് കളിക്കാനായിരുന്നു ഇത്. പിന്നെ ബഫർ ഫിഷിനടുത്താണ് വെറുതെ നമുക്ക് ഗൈസ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇടാൻ അപ്പം ഞാൻ എന്തെങ്കിലും വീഡിയോ അടിച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. നമുക്ക് എന്തെങ്കിലും ആ ഒരു ചെറിയൊരു കട്ട്സീൻ ഉണ്ടാവുമല്ലോ പിന്നെ അതുകൂടി കണ്ടിട്ട് എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യട്ടാ. അതിൻ്റെ ഇവനെങ്ങനെ നമ്മൾ കാണണേന്ന് അറിയണമല്ലോ. അത് കണ്ട് നമുക്ക് എന്തെങ്കിലും വൈൻഡപ്പ് ചെയ്യാം ഗൈസ്. വന്നിട്ടുണ്ട് കട്ട്സീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇവൻ ഏതാണ്ട് വീട്ടിലാട്ടാ. എല്ലാവരും വീട്ടിൽ തന്നെയാണ്, അത് വേറെ കാര്യം. ഇവനൊരു ബൗളിൽ തന്നെയാണ്. ടൈം 5 മണി ആവാറായിട്ടുണ്ട് കേട്ടാ. 5 മിനിറ്റ് കൂടി 5 മണിയാവൻ. ഗൈസ് അവൻ നമ്മളെ പറ്റിയൊക്കെ ഓർക്കണേട്ടാ. ഫുഡൊക്കെ എല്ലാം അടിക്കണ ടീമാണ് ഇവൻ. ഓർക്കണേണ്. 5 മണി ആവാറായി. 5 മണിക്ക് ഫുഡ് ഉണ്ടെന്ന് തോന്നുന്നു. അതാണ് തോന്നുന്നത് സീൻ തോന്നുന്നത്. കാരണം ഇപ്പം ഇവന് ഫുഡ് ഇട്ട് കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ് നമ്മളെ കണ്ടവൻ ലൈക്ക് ചെയ്യട്ടെ, സബ് ചെയ്യട്ടെ. അപ്പം ഞാൻ ഒരു ഹൊറർ ഗെയിം കളിച്ചതിന് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ചെക്ക് ചെയ്യട്ടെ ഗൈസ്. അപ്പോൾ ബൈ ഗൈസ്.